എല്ലാ പ്രിയപ്പെട്ടവർക്കും ഫേസ്ബുക്ക് ലൈവിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. ഈ ഫേസ്ബുക്കിൽ ഇപ്രകാരം ലൈവ് വരുവാനുള്ള കാരണങ്ങളിൽ ഒന്ന്, നാം നിരന്തരമായി കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ എഴുത്തുകൾ, ആളുകളുടെ സംസാരങ്ങൾ പലപ്പോഴും ഫേസ്ബുക്കിൽ ലൈവ് വന്ന് ഈ കാര്യങ്ങൾ പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഇതൊക്കെയാണ്. ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളോടുള്ള വളരെ ക്രിയാത്മകമായ, ക്രിട്ടിക്കലായ പ്രതികരണമാണ് പലപ്പോഴും ഈ ഫേസ്ബുക്ക് ലൈവുകളിലൂടെ, പ്രത്യേകിച്ച് എൻ്റെ ഫേസ്ബുക്ക് ലൈവുകളിൽ ഞാൻ ഉൾക്കൊള്ളിക്കാറുള്ളത്. ദൈവശാസ്ത്രപരമായ വിഷയങ്ങളാണ് പലപ്പോഴും എന്നുള്ളതല്ല, മിക്കവാറും ഞാൻ ഫേസ്ബുക്കിൽ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ റിലീജിയസായ, മതപരമായ, വിശ്വാസപരമായ, ദൈവശാസ്ത്രപരമായ വിഷയങ്ങളാണ് ലൈവുകളിലെ പ്രധാനപ്പെട്ട വിഷയം. ഇന്നത്തെ ടോപ്പിക്ക് വികലമായ ദൈവസങ്കല്പം. സോഷ്യൽ മീഡിയയിലും മറ്റ് പൊതുസ്ഥലങ്ങളിലുമൊക്കെ കേൾക്കുന്ന പ്രസംഗങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള ആളുകളുടെ കാഴ്ചപ്പാട്, അത് വികലമാണ്, കറപ്റ്റഡാണ്, അത് ശരിയായതല്ല എന്ന് വിമർശിക്കുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിമർശനങ്ങൾ നടത്തുന്നത്? ക്രിയാത്മകമായ, എന്താണ് ക്രിയാത്മക വിമർശനം? വിമർശനമെന്ന വാക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം, ക്രിട്ടിക്കൽ സ്റ്റഡി എന്നൊക്കെ പറയും. കോളേജുകളിൽ അല്ലെങ്കിൽ ഗവേഷണത്തിൽ, യൂണിവേഴ്സിറ്റികളിൽ വളരെ പോസിറ്റീവായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു ആർട്ടാണ് എന്നാണ് പറയുന്നത്. ദി ആർട്ട് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. അതൊരു കലയാണ്. കാര്യങ്ങളെ കൃത്യമായി പഠിക്കാൻ അക്കാഡമിക് വേൾഡിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, ഒരു മാർഗമാണ്, ഒരു മെത്തഡോളജിയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയും. അപ്പം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇത് കേൾക്കുമ്പോൾ ഈ പല ആളുകളും പ്രതികരിക്കുന്നത് ഇതൊന്നും അറിയാതെയാണ്. ഇപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണെന്നോ, ക്രിട്ടിക്കൽ അനാലിസിസ് എന്താണെന്നോ, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എന്താണെന്നോ ഒന്നും ചിലപ്പോൾ പലർക്കും അറിയില്ല. ഞാൻ എൻ്റെ കോളേജിൽ പഠിച്ച സമയത്ത് ലിറ്ററേച്ചറിൽ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുക. ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ അവർ പറയും. അത് പോസ്റ്റ് ഗ്രാജുവേഷന് വന്നാലും അതൊക്കെ തന്നെ, തിയോളജിക്കൽ സ്റ്റഡീസിൽ വന്നാലും അതുണ്ട്. അത് എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ തരത്തിൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമാണ് നമ്മൾ നടത്തുന്നത്. ആരെയും ഡിസ്ട്രക്റ്റ് ചെയ്യാനുള്ള, നശിപ്പിക്കാനുള്ള ക്രിറ്റിസിസം അല്ല, കൺസ്ട്രക്റ്റീവായ ക്രിറ്റിസിസം. ഈ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളുണ്ട്. വികലമായ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മനുഷ്യൻ്റെ ഉള്ളിൽ
ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനപരമായ ചില കാരണങ്ങൾ. ഇന്നത്തെ ലൈവ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ലോങ് ലൈവായിരിക്കും. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ. നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങൾക്കിതിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ, അങ്ങനെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് തന്നാൽ മതി. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് സംസാരിക്കാം. നമ്മൾ വലിയ പണ്ഡിതരൊന്നും അല്ല. പണ്ഡിതരായ ആളുകളുണ്ട് എന്നെ കേൾക്കുന്നവരും. ചിലപ്പോൾ ഈ പണ്ഡിതരെന്ന് ഉദ്ദേശിക്കുന്നത് അക്കാഡമിക്കായിട്ട് ഉയർന്ന ഒരു ലെവലിൽ നിൽക്കുന്ന ആളുകൾ, സ്കോളേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ വികലമായ ദൈവസങ്കല്പം എവിടെ നിന്നാണ് കിട്ടുന്നത്? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്, നമ്മുടെ എൻവയോൺമെൻറ്റാണ് വികലമായ ദൈവസങ്കല്പം നമുക്ക് തരുന്നത്. എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ സൈക്കോളജിയിൽ എൻവയോൺമെൻറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എൻവയോൺമെൻറ്റ് എന്താണ്? എൻവയോൺമെൻറ്റ് ഒരു കുട്ടി വളരുന്ന ആ പരിസ്ഥിതി, ഒരു വ്യക്തി വളരുന്ന സാഹചര്യത്തെയാണ് നമ്മൾ എൻവയോൺമെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഈ വികലമായ ദൈവസങ്കല്പം, ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടില്ലായ്മ നമുക്ക് ലഭിക്കുന്നത് നാം വളരുന്ന സാഹചര്യത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരുന്ന സാഹചര്യം ഏതൊക്കെയാണ്? നമ്മുടെ വീട്, നമ്മുടെ ഭവനാന്തരീക്ഷം, അവിടെ ആരൊക്കെയുണ്ട്? അപ്പൻ, അമ്മ, സഹോദരങ്ങൾ. അതാണ് നമ്മൾ വളരുന്ന ഒരു സാഹചര്യം. നമുക്ക് ഇൻഫോർമലായ എഡ്യൂക്കേഷൻ, ഫോർമൽ എഡ്യൂക്കേഷനും ഉണ്ട്, ഇൻഫോർമൽ എഡ്യൂക്കേഷനും ഉണ്ട്. ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭവനത്തിൽ നിന്നൊക്കെ കിട്ടുന്ന എഡ്യൂക്കേഷൻ നമ്മൾ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നു. മാതാപിതാക്കൾ എന്ന പേരൻറ്റിങ്, അതാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഭവനത്തിൻ്റെ അന്തരീക്ഷം, നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് പഠിപ്പിച്ചു തന്ന ദൈവം. ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരെ തിരുത്താൻ പറ്റുകയില്ല കേട്ടോ. ഞാനിനിയും പറയാൻ പോകുന്ന ആൾക്കാർ തിരുത്താം. എൻ്റെ അപ്പനും അമ്മയും എനിക്ക് പറഞ്ഞു തന്ന ദൈവം, ആ ദൈവം മതി എനിക്ക്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി അല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. അക്കാഡമിക്കായിട്ട് ഗവേഷണം ചെയ്യാനും റിസർച്ച് നടത്താനും ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്ത് സത്യത്തെ കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയുള്ള ആളുകൾ. എവിടെയാണ് ശരിയായ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് നമുക്ക് അവസാനം പറയാം. അപ്പോൾ ഈ മാതാപിതാക്കൾ പഠിപ്പിച്ചു തന്ന ദൈവം, ചില ആൾക്കാർ പറയും എനിക്ക് എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞു തന്ന ദൈവം മതി. അവരങ്ങനെ പോകും. അപ്പോൾ ഈ അപ്പനും അമ്മയും പഠിപ്പിച്ച ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് ഒന്നും ഇവർ ചിന്തിക്കാറില്ല. ഒന്നും ചിന്തിക്കാതെ ഇവരങ്ങ് വിശ്വസിക്കുക. ഇനി 2, ഇവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ അല്ലെങ്കിൽ മതം, സഭയോ മതമോ, ഞാൻ സഭയെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്കറിയാം ക്രിസ്തീയ സഭ. മതം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റി അല്ലാത്ത, ക്രിസ്തീയ സഭയിലല്ലാത്ത മറ്റു മതങ്ങളിലാണ് നിങ്ങൾ ജനിച്ച് വളരുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, ചിന്തിക്കാറില്ല. കണ്ണും അടച്ച് വിശ്വസിക്കുക. അപ്പൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, വിശ്വസിച്ചു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സഭ, നിങ്ങൾ ജനിച്ചു വളരുന്ന സഭ, ആ സഭയിലുള്ളവരെ നിങ്ങളെ പഠിപ്പിച്ച ദൈവം, സൺഡേ സ്കൂളിലെ അധ്യാപകരെ പഠിപ്പിച്ച ദൈവം, നിങ്ങളുടെ പള്ളിയിലെ അച്ഛൻ പഠിപ്പിച്ച ദൈവം, അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റ് പഠിപ്പിച്ച ദൈവം, നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ പഠിപ്പിച്ച ദൈവം, ഇങ്ങനെ
ഇവരൊക്കെ പഠിപ്പിക്കുന്ന ദൈവത്തെയാണ്. നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങളുടെ ഡെവലപ്മെൻറ്റിൽ, നിങ്ങളുടെ ബുദ്ധിയുടെ വികാസത്തിൽ, വളർച്ചയിൽ, നിങ്ങളുടെ മനസ്സിൽ പൂർണ്ണ വളർച്ചയെത്തിയ, പൂർണ്ണ രൂപത്തിലെത്തിയ ഒരു ദൈവം. അപ്പോൾ ഞാനിപ്പം മറ്റ് മതങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം നമ്മൾ ഇവിടെ സഭയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ടോക്കാണ്. നിങ്ങൾക്ക് പ്രതികരിക്കാം. അപ്പോൾ എൻ്റെ ചോദ്യം, നിങ്ങളുടെ അപ്പനും അമ്മയും പഠിപ്പിച്ച തന്ന ദൈവം അത് കറക്റ്റാണോ? ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ദൈവം എന്ന് പറയുമ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയുള്ള ദൈവമാണ്, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഇപ്പം നമ്മളൊരാളെക്കുറിച്ച് പറയുന്നു. നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരികയാണ്. അപ്പോൾ ആ ഗസ്റ്റിനെ കുറിച്ച് സ്വാഭാവികമായിട്ടും ആ ഗസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ ഒരു മാസം താമസിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നു. ആ ഗസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ ഒരു മാസമുണ്ട്. അപ്പം നിങ്ങളുടെ പപ്പയോ നിങ്ങളുടെ മമ്മിയോ നിങ്ങളോട് പറയുകയാണ്, ഇന്ന ആൾ വരുന്നുണ്ട്, നമ്മുടെ ഒരു അങ്കിളാണ്, ഒരു അമ്മാച്ചനാണ്. അമ്മാച്ചനെക്കുറിച്ച് നല്ല രീതിയിൽ വിവരിക്കുകയാണ്. അമ്മാച്ചൻ ഭയങ്കര സ്നേഹമുള്ള അമ്മാച്ചനാണ്, ഭയങ്കര സ്നേഹമാണ്, പിള്ളേരെയൊക്കെ വലിയ ഇഷ്ടമാണ്. അമ്മയുടെ ആങ്ങളെയാന്ന് ചിന്തിച്ചു, അമ്മയുടെ ആങ്ങള അമ്മാച്ചൻ. അപ്പോൾ വലിയ സ്നേഹമാണ് അമ്മാച്ചന്, ഭയങ്കര കരുതലാണ്. പ്രത്യേകിച്ച് എൻ്റെ മൂത്ത അമ്മാച്ചനാണ്. അപ്പോൾ അമ്മാച്ചനെക്കുറിച്ച് നല്ലൊരു ഐഡിയ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ അമ്മാച്ചനെക്കുറിച്ച്, ദൂരെ നിന്ന് വന്ന് നിങ്ങളുടെ വീട്ടിൽ ഇനി ഒരു മാസത്തേക്ക് താമസിക്കാൻ പോകുന്ന ഈ അമ്മാച്ചനെക്കുറിച്ച് വളരെ പോസിറ്റീവായ, ഭയങ്കരമായിട്ടുള്ള എനർജി നിങ്ങൾക്ക് തരുന്ന, നല്ല പ്രതീക്ഷകൾ തരുന്ന, അമ്മാച്ചനെന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ട് നിങ്ങളെ പൊതിഞ്ഞ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു തരുന്ന, നിങ്ങളെ കരുതുന്ന, നിങ്ങളെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, മാനസികമായിട്ടും നിങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അങ്കിൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോകുക, ഒരു മാസം താമസിക്കുക. നിങ്ങൾക്ക് ലഭിച്ച ഐഡിയ വളരെ പോസിറ്റീവായിട്ടുള്ള ഐഡിയാസാണ് നിങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ അമ്മാച്ചൻ വരുന്നു, നിങ്ങൾ അമ്മാച്ചനെ കാണുന്നു, സ്വീകരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാഴ്ചപ്പാടാണ് അമ്മാച്ചനെക്കുറിച്ച് കിട്ടിയത്? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഇതുപോലെയാണ് ഈ ദൈവത്തെക്കുറിച്ച് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന കാഴ്ചപ്പാടുകൾ, സൺഡേ സ്കൂൾ അധ്യാപകർ പഠിപ്പിക്കുന്ന കാഴ്ചപ്പാട്. അപ്പം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ, ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പം ലോകം ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ബോർഡറുകളില്ല, ബോർഡർലെസ് ആയിട്ടുള്ള ഒരു ലോകമാണ്. അപ്പം നമുക്ക് എല്ലാ സഭാവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും പ്രസംഗങ്ങൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ലൈക്ക് ചെയ്തില്ലെങ്കിലും ഫോളോ ചെയ്തില്ലെങ്കിലും നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിലും ഈ പ്രത്യേകിച്ച് ഫേസ്ബുക്കൊക്കെ ഇപ്പോൾ ഈ പ്രൊഫഷണൽ മോഡിലേക്കൊക്കെ മാറ്റിയതിൽ പിന്നെ എല്ലാവരുടെയും പ്രസംഗം വരും. ലൈക്ക് ചെയ്യണമെന്നൊന്നുമില്ല, ഫോളോ ചെയ്യണമെന്നൊന്നും ആവശ്യമില്ല. അപ്പം ഒരു കത്തോലിക്ക സഭയിലെ അച്ഛൻ്റെ പ്രസംഗവും വരും, ഓർത്തഡോക്സ് സഭയിലെ ആളുകളുടെ പ്രസംഗവും ഡിസ്കഷൻ വരും, യാക്കോവക്കാർ ഡിസ്കഷൻ വരും, പെന്തക്കോസുകാരുടെ വരും, എല്ലാവരുടെയും വരും. ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഈ പെന്തക്കോസുകാരുടെയാണ്. കാരണം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വിഭാഗം, ഒരു സഭാവിഭാഗമാണ് പെന്തിക്കോസ്റ്റ് സഭാവിഭാഗം. അപ്പോൾ പെന്തക്കോസ്റ്റൽ പ്രീച്ചേഴ്സും പാസ്റ്റേഴ്സും പിന്നെ പ്രഭാഷകരും ഡിസ്കഷൻ നടത്തുന്നവരും അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര്, വിശ്വാസ സംരക്ഷകർ, ഇതൊന്ന് ശരിക്കും പറഞ്ഞാൽ 10,000 ഗ്രൂപ്പുകളാണ്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത പ്രസംഗങ്ങൾ, സഭകളാണ്, ചെറിയ 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 സഭകളാണ്. അപ്പോൾ അവരുടെ എല്ലാം പ്രസംഗങ്ങൾ ഇങ്ങനെ വരിക. ഞാൻ ഇടയ്ക്ക്, നമ്മളിത് ഫുള്ള് കേൾക്കുമല്ല, പക്ഷേ ഇച്ചിരൊക്കെ കേൾക്കുമ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 10,000 ഭാവ വ്യത്യാസത്തിലാണ് നമ്മൾ ഈ ജഗതി ഈ പല ഭാവങ്ങൾ അവതരിപ്പിക്കുമല്ലോ. ഒരു സിനിമയ്ക്കകത്ത് ജഗതിയോട് വിവിധ ഭാവങ്ങൾ കാണിക്കാൻ പറയുമ്പം രസഭാവം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആ കോപത്തിൻ്റെ പലതരം ഭാവങ്ങളുണ്ടല്ലോ സിനിമയിൽ അല്ലെങ്കിൽ നാടകത്തിൽ, അഭിനയത്തിൽ. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ പല രീതിയിലുള്ള രസകരമായ ഭാവങ്ങളാണ് ഇങ്ങനെ മിന്നി മറയുകയാണ് ഓരോരുത്തർ അവതരിപ്പിക്കുന്ന ദൈവം. ചിലർ അവതരിപ്പിക്കുന്ന ദൈവം ചില ദിവസം അവർ ഒരു രോഗത്തെ മാത്രമേ സൗഖ്യമാകത്തുള്ളൂ. ഇപ്പം
ഇന്നത്തെ ദിവസം നടുവിന് വേദന ഉള്ളവർക്ക് വേണ്ടി ഉള്ള ദിവസം പ്രാർത്ഥിക്കുക. അന്ന് ആ ദൈവം അങ്ങനെ ചെയ്യത്തുള്ളൂ. വേറൊരു ദിവസം വേറൊരു വിഷയം. അപ്പോൾ ദൈവം ഇങ്ങനെ അങ്ങ് ഭയങ്കരമായിട്ട് ഭാവങ്ങളിങ്ങനെ നിറഞ്ഞാടുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ ചിന്തിച്ചൊരു വീഡിയോ ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അമ്മാച്ചൻ കടന്നു വരികയാണ്. നിങ്ങളുടെ അമ്മയുടെ ആങ്ങളെയാണ്, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല. അമ്മയുടെ ആങ്ങളെക്കുറിച്ച് അമ്മ ഇങ്ങനെ വിശദീകരിക്കുക, വളരെ പോസിറ്റീവായി സ്നേഹം കൊണ്ട് നിങ്ങളെ വീർപ്പൂട്ടിക്കുന്ന അമ്മാച്ചൻ വരുന്നു. ഒരു മാസം അമ്മാച്ചൻ നമ്മുടെ കൂടെ കാണും. അപ്പോൾ ഒരു മാസം കൊണ്ട് നിങ്ങൾ ആളാകെ മാറാൻ പോകാമെന്നൊക്കെ അമ്മ പറഞ്ഞപ്പോൾ അമ്മാച്ചനെ കാത്തിങ്ങനെ ഇരിക്കുക. അമ്മാച്ചൻ വന്നു, നിങ്ങൾ പ്രതീക്ഷ പോലെ തന്നെ ശരിയായിരുന്നു. അമ്മാച്ചൻ നിങ്ങളെ എടുത്ത്, നിങ്ങൾ കുഞ്ഞായിരുന്നെങ്കിൽ എടുത്ത് പൊക്കി ഉമ്മയൊക്കെ തന്ന, നിങ്ങൾക്ക് കുറേ സ്വീറ്റ്സും കളിപ്പാട്ടോ എല്ലാം തന്ന, മൊത്തത്തിൽ അപ്പനിൽ നിന്ന് കിട്ടാത്ത അപ്പം പോലും ഇത്രയും സ്നേഹിച്ചിട്ടില്ല. അമ്മാച്ചൻ്റെ സ്നേഹം ഭയങ്കരമായിരുന്നു. അമ്മാച്ചൻ്റെ മുറി കൊണ്ടുപോകുന്നു, അമ്മാച്ചൻ ഉടുപ്പുകൾ വാങ്ങിച്ചു തരുന്നു, അടുത്ത ദിവസം പുറത്ത് കൊണ്ടുപോകുന്നു, ബീച്ചിൽ കൊണ്ടുപോകുന്നു, പിന്നെ വണ്ടർലായി കൊണ്ടുപോകുന്നു, എവിടെയൊക്കെ കൊണ്ടുപോകും അവിടെ എല്ലാം കൊണ്ടുപോയി. അമ്മാച്ചനെക്കുറിച്ച് അമ്മ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. അപ്പനും പറഞ്ഞു, ശരിയാ അമ്മ, എനിക്ക് അമ്മാച്ചനെ അറിയാം, എൻ്റെ അളിയനാണ്, എൻ്റെ ഭാര്യയുടെ ആങ്ങളെയാണല്ലോ, അളിയനെ എനിക്കറിയാം, ഭയങ്കര സ്നേഹമാണ്, നമ്മളെയൊക്കെ വലിയ കാര്യമാണ്, പണ്ട് പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് കിട്ടിയത്. നിങ്ങളുടെ കാഴ്ചപ്പാട് ശരിയായിരുന്നു. അപ്പോൾ എന്നൊരു ഉദാഹരണം പറയാൻ കാരണം എന്ന് പറഞ്ഞ പോലെയാണ് ദൈവത്തെക്കുറിച്ച് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതായത്, നിങ്ങൾ ജനിച്ചു വളരുന്ന സാഹചര്യം ഒരു കുട്ടിയെ സ്വാധീനിക്കുന്നത് ആ ഭവനാന്തരീക്ഷമാണ്. അപ്പം ഫോർമൽ എഡ്യൂക്കേഷനും ഇൻഫോർമൽ എഡ്യൂക്കേഷനും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന എഡ്യൂക്കേഷൻ, അപ്പം എഡ്യൂക്കേഷനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുക, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. അപ്പോൾ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സ്കൂള്, കോളേജ്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി, അങ്ങനെ പോകും. അപ്പോൾ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്, നിങ്ങളുടെ സഭ, നിങ്ങളുടെ പള്ളി അല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ച്, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ ബിഷപ്പ്, നിങ്ങളുടെ പാസ്റ്റർ അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റ്, എൽഡർ എന്നൊക്കെ പല സഭകളിൽ പല രീതിയിലാണ് പറയുന്നത്. ഇവരിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ബ്രദർ, ഇവരിൽ നിന്നൊക്കെ കിട്ടുന്നതായിട്ടുള്ള കാഴ്ചപ്പാട്. ഇവരാണ് നിങ്ങളുടെ തലയ്ക്കകത്തോട്ട് ദൈവത്തെക്കുറിച്ചുള്ള ഐഡിയോളജി പറഞ്ഞു തരും, ദൈവത്തെക്കുറിച്ചുള്ള ഫിലോസഫി, ദൈവം എങ്ങനെയാണ്, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗോഡ്, നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്. അപ്പം നമ്മൾ സാധാരണ ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറയുമ്പോൾ നേച്ചേഴ്സ് ഓഫ് ഗോഡ് എന്നൊക്കെ, ഓൾമൈറ്റി ഗോഡ്, ഓംനീഷ്യൻ ഗോഡ്, ഓംനിപോട്ടൻ്റ് എന്നൊക്കെ നമ്മൾ പഠിക്കും. ഈ തിയോളജിക്കൽ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ തിയോളജിക്കൽ സെമിനാരികളൊക്കെ പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കും. അപ്പം അങ്ങനെ ദൈവത്തെക്കുറിച്ച് നമ്മളിങ്ങനെ മനസ്സിലാക്കും. അപ്പം ഈ നമുക്ക് കിട്ടുന്ന ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എവിടെ നിന്നാണ് നമ്മളെ പഠിപ്പിച്ചവർക്ക് ഈ കാഴ്ചപ്പാട് കിട്ടിയത്? നമ്മൾ അവിടെയാണ് ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, എൻവയോൺമെൻറ്റ് നമ്മളെ സ്വാധീനിക്കും. നമ്മൾ ജനിച്ചു വളരുന്ന സാഹചര്യം, നമ്മൾ ഏത് സഭയിലാണോ ജനിച്ചു വളരുന്നത് അവിടെ നിന്നുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഡെവലപ്മെൻറ്റിൽ നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചൈൽഡ് ഡെവലപ്മെൻ്റ് എന്നൊക്കെ പറയും. സൈക്കോളജിയിൽ ഒരു മൈൻഡ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, നമുക്കറിയാം. ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. അതൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഒരു കുഞ്ഞ് ഉരുവാകുന്ന, എനിക്ക് അതിനെക്കുറിച്ച് മെഡിക്കലായിട്ടൊന്നും പറയാൻ അറിയത്തില്ല, ആദ്യത്തെ ആ ഒരു അപ്പനും അമ്മയും, ഒരു അപ്പനും അമ്മയിലൂടെ ഒരു കുഞ്ഞ്, അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ്, ആ ഒരു സ്പേം, ആ ഒരു ജീവൻ്റെ ആ ഒരു ബീജം, ആ ഒരു സ്പേം, അപ്പൻ്റെ ആ സ്പേം അമ്മയുടെ ഉദരത്തിലേക്ക് ചെല്ലുന്നു, അമ്മയുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന നിമിഷം മുതൽ അവിടെ ഡെവലപ്മെൻറ്റ് തുടങ്ങുക, അവിടെ ആരംഭിക്കുക. ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ തിയോളജിയും, നമ്മുടെയൊക്കെ റെവലേഷനും, നമ്മുടെ വെളിപ്പാടും തിയോളജിയും, നമ്മുടെ കാഴ്ചപ്പാടുകളും എല്ലാം തന്നെ. നമുക്കറിയാം സഭയ്ക്ക് ഡെവലപ്മെൻ്റ് ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി എത്ര അധ്യായമുണ്ട്? അപ്പോസ്തല പ്രവൃത്തികളിൽ മാത്രം സഭയുടെ ചരിത്രത്തെ കാണാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ആദ്യത്തെ 10-35 വർഷത്തെ ഒരു ചരിത്രം, അല്ലെങ്കിൽ ആദ്യം പീഡനമുണ്ടായിരുന്ന കാലം, സഭ ചിതറപ്പെടുകയും യാതൊരു ഓർഡറും ഇല്ലാതിരുന്നൊരു കാലമാണ്. ഓർഡർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, സഭയ്ക്കൊരു കൃത്യമായ ഓർഡർ ഇല്ലാത്ത, ഒരു ബിൽഡിങ് പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ വീടുകളിലൊക്കെ ആരാധനയും ഒക്കെ നടത്തി, അല്ലെങ്കിൽ പാറയുടെ പിളർപ്പിലും ഏതെങ്കിലും ഗുഹയിലും ഒക്കെ ഈ റോമൻ സൈന്യത്തെയൊക്കെ പേടിച്ച് അവിടെ ഇവിടെയൊക്കെ പോയി ഒളിച്ചും പാത്തും പതുങ്ങിയുമൊക്കെ ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു ജനത്തിൻ്റെ
സ്കാറ്റേഡ് ആയിട്ടുള്ള പീഡനത്തിൻ്റെ വലിയ പീഡനങ്ങൾ, കൊടിയ പീഡനങ്ങളുടെ പേരിൽ സ്കാറ്റേഡ് ആയിട്ടുള്ള ആ സഭ. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിലാണ് ആ സഭ ഇങ്ങനെ വളർന്നു വരുന്നത്. അപ്പോൾ ഡെവലപ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ദൈവത്തെക്കുറിച്ച് വികലമായ കാഴ്ചപ്പാടുകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അത് വീണ്ടും ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. എന്തായാലും ക്രിസ്തീയ സഭയിൽ ദൈവത്തെക്കുറിച്ച് ഇവർക്ക് കാഴ്ചപ്പാട് കിട്ടിയത് 2 സോഴ്സിലൂടെയാണ്. ഒന്നാമത്തെ സോഴ്സ് എന്തായാലും ബൈബിളാണ്, അല്ലെങ്കിൽ തിരുവെഴുത്തുകളാണ്. ബൈബിളാണ്, പഴയ പുതിയ നിയമം അടങ്ങിയ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബൈബിൾ. രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന്, ഇത് മറ്റ് മതങ്ങളിൽ നിന്നുള്ള സ്വാധീനം. അതിനിപ്പം ഈ വേറെ മതത്തിൽപ്പെട്ടവരെ ക്രിസ്തീയ സഭയിലേക്ക് വന്ന കാര്യം നമുക്കിവിടെ അങ്ങ് വിടാം, കാരണം അത് വളരെ കുറവാണ്. അങ്ങനെയുള്ളവരുടെ കാര്യവും നമുക്കിതുമായിട്ട് ചേർത്ത് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. പക്ഷേ ഈ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന സൺഡേ സ്കൂൾ അധ്യാപകർക്കും, അച്ഛന്മാർക്കും, പാസ്റ്റർമാർക്കും, സുവിശേഷകർക്കും, പ്രസംഗകർക്കും, അധ്യാപകർക്കും, ഈ പറയുന്ന എൽഡേഴ്സിനും എല്ലാം നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മൾ ജനിച്ചു വളരുന്ന മറ്റ് മതങ്ങളുടെ സ്വാധീനം ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവും. ഇത് ചിലർ സമ്മതിക്കത്തില്ല. കാരണം ഈ സമ്മതിക്കാത്തെന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റു മതങ്ങളെന്ന് കേൾക്കുന്നതേ അലർജിയാണ്. ഈ മറ്റു മതങ്ങളെന്ന് കേൾക്കുമ്പോൾ തന്നെ അവരാകെപ്പാടെ അലർജിയാണ്. അവർ ശ്വാസിക്കുകയും ഭത്സിക്കുകയും തുപ്പുകയൊക്കെ ചെയ്യും. അത് ഈ ഭ്രാന്ത് പിടിച്ചവരാണത്. എന്ന് വെച്ചാൽ ഈ മതഭ്രാന്ത് പിടിച്ച ആൾക്കാർ. നമ്മുടെ ചുറ്റുമൊക്കെ എന്തുമാത്രം പേര് താമസിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരെല്ലാം ക്രിസ്ത്യാനികളായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം ക്രിസ്ത്യാനികളായിരുന്നു, നമ്മുടെ വണ്ടി ഓടിച്ചവരെല്ലാം ക്രിസ്ത്യാനിയാണ്, നമുക്ക് വേണ്ടി വണ്ടി ഉണ്ടാക്കി തന്ന കമ്പനിക്കാരെല്ലാം ക്രിസ്ത്യാനികളാണോ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ എന്തോ ക്രിസ്ത്യാനികളുടെ ഫോണാണോ, അത് ചൈനക്കാരൊക്കെ ഉണ്ടായിക്കൊണ്ട് ഫോണാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമൊന്നും ക്രിസ്ത്യാനികളുടെ അല്ല. ഇനി ചില പറയും യഹൂദന്മാരുടെയാന്ന് പറയും. അതിന് യഹൂദൻ ക്രിസ്ത്യാനി അല്ലല്ലോ, യഹൂദൻ ഉണ്ടാക്കിയതാ മൊത്തം എന്ന് പറയും. ഇപ്പോഴും മനസ്സിലായിട്ടില്ല യഹൂദനും ക്രിസ്ത്യാനിയും തമ്മിലുള്ള ആ ബന്ധം. ചിലർ പറയും അങ്ങ് യഹൂദന്മാർക്ക് വേണ്ടി അങ്ങ് ഭയങ്കരമായിട്ട് നമ്മൾ വാദിക്കുന്നതാണ്. യഹൂദൻ ക്രിസ്ത്യാനി അല്ലല്ലോ. യേശുവിനെ ക്രൂശിച്ച് കൊന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ആർക്കാണ്? യഹൂദനാണ്. അപ്പം ചിലർ പറയുമ്പോൾ ഈ ബൾബ് കണ്ടുപിടിച്ച യഹൂദനെ പിന്നെ അങ്ങ് ഭയങ്കരമായിട്ട്, അതൊക്കെ സത്യമായിരിക്കും. അല്ലെങ്കിൽ ഫോൺ കണ്ടുപിടിച്ചതാരാ? അത് യഹൂദനാണ്. അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചതാരാ? ഇത് കണ്ടുപിടിച്ചതാരാ? എന്ന് വേണ്ട, എല്ലാം കണ്ടുപിടിച്ച യഹൂദനാണ്. പക്ഷേ ഇങ്ങനെ യഹൂദനെ നിങ്ങൾ പൊക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പത്രോസ് എഴുന്നേറ്റ് നിന്ന് 1-ാം തരം കുത്തിപ്രസംഗം നടത്തി പത്രോസ് പറഞ്ഞത് നിങ്ങൾ ക്രൂശിച്ചു കൊന്നവൻ. അപ്പോൾ ഈ യഹൂദനെ പൊക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ യഹൂദന്മാരെ ഉയർത്തി സംസാരിക്കുന്ന ഒറ്റ സഭാവിഭാഗമേ ഉള്ളൂ, യഹൂദൻ. അത് പെന്തക്കോസ് സഭാവിഭാഗങ്ങളാണ്. ഞാൻ പഠിച്ച കാര്യം പറയാം. പെന്തക്കോസിലെ പാസ്റ്റർമാർ പറയുന്നു, അവരെങ്ങ് പ്രസംഗിക്കുക. വേറൊരാളുണ്ട്, ഈ പ്രവചനം പറയുന്ന ഒരാൾ, ഈ അന്ത്യകാല സംഭവങ്ങൾ, യഹൂദൻ 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 യഹൂദൻ. ഇത് വേറെ സഭാവിഭാഗത്തിൽപ്പെട്ട ആരും പറയുന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. അച്ഛന്മാരാരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് അയച്ചെന്നാൽ. ഈ ബിഷപ്പുമാർ അല്ലെങ്കിൽ മറ്റ് സഭകളിലുള്ളവരൊന്നും ഇത് പ്രസംഗിക്കുന്നൊന്നും ഞാൻ കേട്ടില്ല. പാസ്റ്റർമാരാണ് സോഷ്യൽ മീഡിയ എല്ലാം പ്രസംഗിക്കുകയാണ്. യഹൂദൻ കണ്ടോ, യഹൂദൻ യഹൂദൻ യഹൂദൻ. ഞാൻ സമ്മതിച്ചു, യഹൂദനോട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു, ഈ ലോകത്തുള്ള എല്ലാവരെയും സ്നേഹിക്കുന്നു. യഹൂദനെ സ്നേഹിക്കുന്നു. നമുക്ക് പാലസ്തീൻകാരോടും പ്രശ്നമില്ല, യഹൂദനോടും പ്രശ്നമില്ല, ഇസ്രായേലിനോടും പ്രശ്നമില്ല, പാലസ്തീനോടും പ്രശ്നമില്ല. എല്ലാവരും ദൈവം ഒരേ രീതിയിലാണ് കാണുന്നത്. യഹൂദൻ എന്ത് പ്രത്യേകത എന്നാണ് ലേഖനത്തിൽ ചോദിക്കുന്നത്. അത് ഈ ലേഖനം വായിക്കുകയല്ലോ, ലേഖനങ്ങളൊന്നും വായിക്കത്തില്ല. ഈ പഴയ നിയമം ഈ പ്രസംഗിച്ചുകൊണ്ടങ്ങിരിക്കുക. അങ്ങനെയുള്ളവർക്ക് ഈ ലേഖനവും സുവിശേഷവും ഒന്നും അവർ വായിച്ചിട്ടില്ല, എവൻഗേലിയോനൊന്നും തൊട്ടിട്ടില്ല. അവർക്ക് തൊടാൻ പറ്റത്തില്ല. കാരണം അത് സത്യ വെളിച്ചമായി. ഈ ഇരുട്ടിൻ്റെ അകത്ത് കിടക്കുന്നവർക്ക് വെളിച്ചം ഭയങ്കര പ്രശ്നമാണ്. സുവിശേഷം പ്രസംഗിക്കാത്ത, സുവിശേഷം ഞായറാഴ്ച വായിക്കാത്ത, ഞായറാഴ്ച ഈ എവൻഗേലിയോൻ എന്ന് പറഞ്ഞാൽ ഇനി അത് പറഞ്ഞാൽ ചിലർക്ക് വലിയ പ്രശ്നമാണ്. എന്നോട് ചിലർ ചോദിക്കുന്നത്, ഇനിയിപ്പോൾ ഏവൻഗേലിയോൻ എന്ന് പറഞ്ഞാൽ ഉടനെ എന്നോട് ചോദിക്കും ഏത് സഭയാണ്? എന്നോട് ചോദിക്കുന്ന ഏത് സഭയാണ്? ക്രിസ്തുവിൻ്റെ സഭയാണ്. ഇപ്പോൾ തൽക്കാലം അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ചിലർക്ക് എൻ്റെ സഭ അറിയണം. നിങ്ങൾ എൻ്റെ സഭ അറിയണമെന്നുണ്ടെങ്കിൽ
ഫേസ്ബുക്കിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഫേസ്ബുക്കിലെ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് എവിടുത്തെ ആളാണ്, അതിൻ്റെ ഓർഡിനേഷൻ എവിടെ നിന്നാണ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇവർ ഏവങ്കേലിയോൻ എന്നൊക്കെ കേൾക്കുമ്പം ഭയങ്കര ഇറിറ്റേഷനാണ് ചിലർക്ക്. അതെന്താണെന്നൊരു പിടിയുമില്ല. ഗ്രീക്കൊക്കെ ചിലർ പഠിച്ചിട്ടുണ്ട്. ഗ്രീക്കിൻ്റെ അകത്ത് യുവാങ്കേലിയൻ എന്നൊക്കെ വായിക്കുന്നു. പക്ഷെ നമ്മൾ ഏവങ്കേലിയോൻ വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് വെളിച്ചമുണ്ട്, അല്ലേ? ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ഏവങ്കേലിയോൻ, അല്ലേ? അത് വെളിച്ചമാണ്. അപ്പോൾ ഈ വെളിച്ചത്തെ തൊടാൻ പേടിയാണ്. ഈ ഇരുട്ടെല്ലാം കൂടെ കയറി ബന്ധിച്ചിരിക്കുക, പോരാട്ടവും ബന്ധനവും കണ്ട ആ പിശാചും ഈ പിശാചും ആ കുട്ടി പിശാചും അതിലേ പോയ പിശാചും ഇതിലേ പോയ പിശാചും കണ്ട പന്ന പിശാചുക്കളെ മുഴുവനും ഞായറാഴ്ച ഇങ്ങനെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഇരിക്കുക. പിശാചുക്കളെ ഇങ്ങനെ വിളിച്ചു വരുത്തുക. ഇവർക്ക് ഈ ഏവങ്കേലിയോൻ ഇഷ്ടമല്ല, സുവിശേഷം വായിക്കുകയല്ല എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം വെളിച്ചം, നല്ല ലൈറ്റത്തൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. അതെ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർക്ക് ഇത് ഈ പലരുടെയും കണ്ണ് കുരുടായിട്ട് ഇരിക്കുക. കാരണം ഈ പിശാചും അതും ഇതും എന്തു വേണ്ട എനിക്കറിയത്തില്ല, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഇവർ പറയുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ദൈവത്തെക്കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാട്. ഈ വിഷയം വിട്ടുപോയിട്ടില്ല, പറഞ്ഞു വന്നപ്പോൾ ആ ഫ്ലോയിൽ അങ്ങ് പോയതാണ്. ഈ സുവിശേഷം വായിക്കുകയല്ല, ലേഖനങ്ങളും വായിക്കുകയല്ല. പിന്നെ ഇവർക്ക് എവിടുന്നാ ദൈവത്തെക്കുറിച്ച് കാഴ്ചപ്പാട് കിട്ടി? ഇവർക്ക് കാഴ്ചപ്പാട് ദൈവത്തെക്കുറിച്ച് കിട്ടിയത് പഴയ നിയമത്തിൽ നിന്നാണ്. ഈ പഴയ നിയമം, അതുകൊണ്ടാണ് ഈ പൗലോസ് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിക്കത്തില്ല. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ ഇനിയും അതെവിടാന്ന് എന്നോട് മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും മൂടുപടം നിങ്ങളുടെ മേൽ കിടക്കുന്നു. മോശയുടെ പുസ്തകം എടുത്ത് വായിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാർ ശ്രദ്ധിച്ചോണം. ശ്രേഷ്ഠരോ നിങ്ങളുടെ മുഖത്ത് കിടക്കുന്ന, നിങ്ങളുടെ കണ്ണെ മൂടി കെട്ടി കിടക്കുന്നത് ഈ മൂടുപടമാണ്. അപ്പം ഈ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ് പ്രകാശിക്കും. പക്ഷെ കർത്താവിൻ്റെ തേജസ് പ്രകാശിക്കാതെ വണ്ണം നിങ്ങളുടെ കണ്ണുകളെ കുരുടാക്കിയിട്ടിരിക്കുന്നത് മോശയുടെ പുസ്തകമാണ്. ഇത് ചിലർ പറഞ്ഞ ഒട്ടനെ അടുത്ത അടി വരും, മോശയുടെ പുസ്തകം വേണ്ടേന്ന്. ആർക്ക് വേണം മോശയുടെ പുസ്തകം? നിങ്ങൾക്ക് മോശയുടെ പുസ്തകം എന്തിനാ? എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. അപ്പോൾ പറഞ്ഞു യേശു മോശയുടെ പുസ്തകം ഉപയോഗിച്ചു. എന്തിനാ യേശു ഉപയോഗിച്ചേ? എന്ത് കാര്യത്തിനാ? അപ്പം മോശയുടെ പുസ്തകത്തിൽ നിന്ന് യേശു പറഞ്ഞു, പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും യേശു പറഞ്ഞു. നമ്മൾ അംഗീകരിക്കുന്നു. യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്നു. മോശയുടെ പുസ്തകത്തിൽ നിന്ന് യേശു പറഞ്ഞ കാര്യങ്ങളെ അംഗീകരിക്കുന്നു. പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളെ ഇന്ന് നമ്മൾ വായിക്കുന്നു. പക്ഷേ പ്രശ്നം അത് ആർക്ക് ആപ്ലിക്കബിൾ ആണെന്നുള്ളതാണ് വിഷയം. ആർക്കാണ് ഇത് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്? യേശു ആരോടാണ് പറഞ്ഞത്? ആരോട് പറഞ്ഞു? അത് ചോദിച്ചാൽ പറയും അത് ഞങ്ങളോടാ പറഞ്ഞത്. പിന്നെ യഹൂദന്മാരോട് പറഞ്ഞ കാര്യം ഞങ്ങളോടാ പറഞ്ഞു. എന്തായി പറയുന്നത്? യഹൂദന്മാരോട് പറഞ്ഞ കാര്യം ഞങ്ങളോടാണ് പറഞ്ഞത്. അത് ആരോട് പറഞ്ഞു? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ആരോട്, എപ്പോൾ, എന്തിന്, ഏത് സാഹചര്യത്തിൽ പറഞ്ഞു? ഇത് ചോദിച്ചാൽ പറയാം അതൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾക്കറിയാവുന്നത് ഇത് വചനമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ വചനം എടുത്തവരെ മൊത്തം ദൈവം അങ്ങ് പൊക്കി അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ കറുത്ത ബൈൻഡിട്ട പുസ്തകം, ഇപ്പം കറുപ്പ് മാറി പല കളറുമായി, ഞങ്ങൾ ഇതെടുക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇതെടുത്താൽ അനുഗ്രഹമാണ് എന്നൊക്കെ പറയും. ചുമ്മാ ഇങ്ങനെ ഈ ആൾക്കാരെ വൈകാരികമായി ഇളക്കാനും വൈകാരികമായി അവരെ ഉദ്ദീപിപ്പിക്കാനും ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ രാഷ്ട്രീയ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ അവരുടെ മുദ്രാവാക്യം വിളി നിങ്ങൾക്കറിയാം എന്തുമാത്രം ആവേശമാണ്. രക്തസാക്ഷികളെക്കുറിച്ചുള്ള പാട്ട്
രക്തസാക്ഷികൾ സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും എന്തൊരു ആവേശമാണ്. അവരുടെ ആവേശം നിങ്ങൾ കണ്ടിട്ടില്ലേ? മൈക്കിൾ ജാക്സൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ആ പാട്ടുകളൊന്ന് കേട്ട് നോക്കുക. അപ്പം ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന പോപ്പ്, അതുപോലെ തന്നെ റാപ്പ്, റോക്ക് ഗായകരുണ്ട്, ആഫ്രിക്കൻ സിംഗേഴ്സുണ്ട്. നിങ്ങൾ യൂട്യൂബിലൊന്നും തപ്പം. അവരുടെയൊക്കെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് ഉറങ്ങുകയാണെങ്കിലും ചാടി എണ്ണീക്കും. തളർവാദം പിടിച്ചവനാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർ ആഫ്രിക്കക്കാരുടെ പാട്ട് ചാടി എണ്ണീക്കും. അതുപോലത്തെ എന്താ പറയുക, താളമാണ്, ഋഥമാണ്. ഋഥം നമുക്കറിയാം. ആ ഋഥംസിനൊക്കെ ഭയങ്കര പ്രത്യേകതയുണ്ട്. ഒറ്റ ഋഥം കേട്ടാൽ മതി, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. അത് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറും. ഭയങ്കരമായിട്ട് ഊർജ്ജസ്വലം. അവരുടെ ആ ഡ്രംസും പ്രത്യേകതയുള്ളതാണ്. നല്ല സ്പിരിറ്റാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഒന്നാമത് കിട്ടിയത് ഈ ബൈബിളിൽ നിന്നാണ്. എന്തായാലും സുവിശേഷങ്ങളിൽ നിന്നുമല്ല, ലേഖനങ്ങളിൽ നിന്നുമല്ല. പിന്നെ എവിടെ നിന്നാണ് കിട്ടി? ഈ പഴയ നിയമം വായിച്ച് കിട്ടിയ ദൈവത്തെയാണ് ഈ മങ്ങിയ കാഴ്ചപ്പാടും എല്ലാം കിട്ടുന്നത്. ആ കണ്ണാടി വെച്ചാണ് നടക്കുന്നത്, അല്ലേ? കവി പാടിയിട്ടുണ്ട്, മുരുകൻ കാട്ടാക്കട മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണട വേണം. ഇതുവരെ കണ്ണാടി മാറ്റിയിട്ടില്ല. ലെൻസിൻ്റെ പവറെല്ലാം കുഴപ്പത്തില്ല, എല്ലാം ഇംബാലൻസിലാണ്. പക്ഷേ ഇതുവരെ ലെൻസ് മാറിയിട്ടില്ല. ഫ്രെയിം അല്ല മാറേണ്ടത്, ലെൻസാണ് മാറേണ്ടത്. ലെൻസ് മാറിയിട്ടില്ല. കാരണം ഈ ജനങ്ങളെ വരുതിയിൽ വരുത്താനും ജനങ്ങളെ ഭയപ്പെടുത്തി അവരെ അടിമയാക്കി അവരുടെ പോക്കറ്റിൽ കിടക്കുന്നതിനെ എൻ്റെ പോക്കറ്റിലോട്ട് കൊണ്ടുവരണമെങ്കിൽ യേശു പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതാണ് സത്യം. യേശു പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ, അപ്പോസ്തോലന്മാർ പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞാൽ, ഈ പോക്കറ്റിൽ കിടക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അത് ഇവിടോട്ട് വരികയില്ല. അത് വന്നില്ലെങ്കിൽ പിന്നെ വല്ലോ ജോലിക്കും പോകേണ്ടി വരും. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ജോലി ചെയ്യുന്നത് പ്രയാസമാണ്. അതുകൊണ്ട് നല്ല പരിപാടി എന്ന് പറഞ്ഞാൽ ഈ യുദ്ധങ്ങളും ചതിയുടെ കഥകളും. കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിച്ചത് ഞാൻ കേട്ട, ഏലി പുരോഹിതൻ്റെ മക്കളുടെ കാര്യം. അവർ നശിച്ചു പോയി. അവർ ഈ ഏതാണ്ടൊക്കെ കൊത്തിയെടുത്തെന്നോ ഇറച്ചിയെടുത്തെന്നോ എന്തോ ചെയ്യാനാന്ന് പറ, അങ്ങനെ എന്തുകൊണ്ടൊക്കെ എടുത്തു. ഏലിയുടെ കാര്യവും ആകപ്പാടെ പ്രശ്നമായി. ഏലിയുടെ മക്കളുടെ കാര്യവും പ്രശ്നമായി. അപ്പം ദൈവം ഇടയ്ക്ക് കയറി ഇങ്ങനെ ഇടപെടും. വലിച്ച് കീറി നിന്നെ ഒരാൾ പ്രസംഗിച്ച വലിച്ചു കീറി പോസ്റ്റയിലൊട്ടിക്കും. മനസ്സിലായോ? വേറൊരാൾ പ്രസംഗിച്ചത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഈ ജോസഫ് മുണ്ടശ്ശേരി, അയാൾ EMS മന്ത്രിസഭയിലുണ്ടായിരുന്നെന്നും ആ പുള്ളി ഒരു പെന്തക്കോസുകാരനായിരുന്നെന്നും എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ, ഞാൻ കേട്ടതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞ, അപ്പം വലിയ കാര്യത്തിൽ പറയുക. അദ്ദേഹം പെന്തക്കോസുകാരനായിരുന്നു. പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ വീട്ടിൽ ദൈവം വരുന്നില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം വരുന്നില്ല. ദൈവം വരുന്നില്ല, പാസ്റ്ററുടെ പ്രാർത്ഥന പോരാ. പാസ്റ്റർ പറഞ്ഞു, ആ ശരി, പ്രാർത്ഥിക്കാം. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ദൈവം വന്നു. ഏത് രൂപത്തിലാണെന്നറിയാം? ഈ പുള്ളി എങ്ങാണ്ട് ആ ഭിത്തിയിലെങ്ങാണ്ട് വലിഞ്ഞു കയറിയതാണ്. ഈ പുള്ളി അവിടുന്ന് മറിഞ്ഞു വീണു, കാലും കൈയിലും ഒടിഞ്ഞെന്നോ എന്തുണ്ടൊക്കെ പ്രശ്നമായി. പുള്ളി ഹോസ്പിറ്റലായി. പെട്ടെന്ന് ഈ പാസ്റ്ററെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ദൈവം വന്നിരിക്കുന്നു, പാസ്റ്ററുടെ പ്രാർത്ഥന ഫലിച്ചു, ദൈവം എൻ്റെ വീട്ടിൽ വന്നു. എന്താ? ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ദൈവം വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും, എപ്പോഴും സുഖമൊന്നുമല്ല. അപ്പോൾ എപ്പോഴും സുഖത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ ദൈവം വീട്ടിലില്ല. ഇതടുത്ത പ്രസംഗമാണ്. ഇതെല്ലാം ഇവരുടെ ഫിലോസഫിയാണ്, ഇവരുടെ പൊട്ട ഫിലോസഫിയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഇവരുടെ ഭൂലോക മണ്ടത്തരം. ഇത് കേൾക്കുന്നവർ ചിലർ വിശ്വസിക്കും. ഈ ഉണ്ടല്ലോ, ബുദ്ധി ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്, ബുദ്ധി പണയം വെച്ച്. ഈ ഭയത്തിൻ്റെ ഇത് ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ, അവർക്കൊരു പ്രത്യേക ഒരു കരിസ്മയുണ്ട്. കരിസ്മ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ദൈവത്തിൻ്റെ കരിസ്മയൊന്നുമല്ല, ഒരു പ്രത്യേക കൃപ, ഒരു വരമുണ്ട്. അവർ ഈ ലീഡർഷിപ്പിൽ ഒരു 100 പേര് കൂടി ഒരാളെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കും. ആ ലീഡർക്ക് ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ഒരു എനർജി ഉണ്ട്. അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവായിട്ട് പറയുവാണെങ്കിൽ പോസിറ്റീവ് സംഭവിക്കും, നെഗറ്റീവ് ആണെങ്കിൽ
അത് റിസീവ് ചെയ്യുന്നവർ അതങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഇപ്പം ഇത് മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ പ്രസംഗമുണ്ട് യൂട്യൂബിൽ, നല്ല സൂപ്പർ പ്രസംഗമാണ്. ഇഷ്ടംപോലെ ക്ലാസ്സുകളാണ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്. മലയാളത്തിൽ തന്നെ ഇപ്പം മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് വളരെ ടോപ്പായിട്ടുള്ള മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ പ്രസംഗം കേൾക്കണം, നല്ലതാണ്. ഞായറാഴ്ച പ്രസംഗിക്കാനും കൊള്ളാം, നല്ല പ്രസംഗമാണ്. അതൊക്കെ പ്രസംഗിച്ചാൽ മതി. കാരണം ആളുകൾ ആളുകൾ എന്തിനാണ് വരുന്നത്? ഈ പള്ളിയിലൊക്കെ ആൾക്കാർ എന്തിനാണ് വരുന്നത്? അത് ഇന്ന സഭയെന്നൊന്നുമില്ല. കത്തോലിക്ക സഭ മുതൽ പെന്തിക്കോസ് സഭകൾ, ന്യൂ ജനറേഷൻ, ഈ എല്ലാം ഉണ്ട്. അത് എല്ലാ സഭയിലും ഈ സഭയിൽ ആൾ വരുന്നതൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ നടക്കണം. കാര്യസാധ്യത്തിനാണ് എല്ലാവരും ദൈവത്തിൻ്റെ അടുത്ത് പോകുന്നത്. നമുക്ക് പിന്നെ ഈ കാര്യങ്ങൾ ദൈവത്തോട് പറയണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയാം. നമുക്ക് വേറെ ആരും പറയാനില്ല. മനുഷ്യരൊന്നും കേൾക്കാനില്ലെങ്കിൽ പിന്നെ ആരാ ഉള്ളത്? ദൈവമല്ല ഉള്ളത്. ദൈവം സർവ്വത്തെയും സൃഷ്ടിച്ചവനാ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ അതൊന്നും എതിര് പറഞ്ഞല്ല. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ കൂട്ടുകാരനായിട്ടും സ്നേഹിതനായിട്ടും നമ്മളെ സ്നേഹിക്കുന്ന അപ്പനായിട്ടും ഒക്കെ ദൈവത്തെ കാണാം. ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ വിഷയങ്ങളെല്ലാം പറയാം, പ്രാർത്ഥിക്കാം. ഞാനും പ്രാർത്ഥിക്കുന്ന ആളാണ്. ചിലപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ കരയും, ചിലപ്പോൾ നമ്മൾ മുട്ടുകുത്തിയെന്നിരിക്കും, ദൈവസന്നിധി കരഞ്ഞെന്നിരിക്കും. അപ്പൻ്റെ മടിയിൽ നമ്മളിങ്ങനെ കിടക്കുന്ന പോലെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലൊക്കെ ഇരിയും, കരയും. നിങ്ങളുടെ എന്ത് ഭൗതിക വിഷയങ്ങളും നിങ്ങൾക്ക് മനുഷ്യരോട് പറയുന്നതിനേക്കാൾ, അല്ലെങ്കിൽ മനുഷ്യരോട് പറയുന്നതിന് മുൻപേ തീർച്ചയായിട്ടും ഈ സർവത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തോട് നിങ്ങൾക്ക് പറയാം. പക്ഷേ നിങ്ങൾക്ക് നമ്മൾ ആ ദൈവസങ്കല്പത്തിലേക്കാണ് വരുന്നത്. വികലമായ ദൈവസങ്കല്പം എവിടെ നിന്നാണ് കിട്ടിയത്? ഒന്ന്, ഞാൻ പറഞ്ഞ ഈ പഴയ നിയമത്തിൻ്റെ ഈ വ്യക്തതയില്ലാത്ത വെളിപ്പാടുകളിൽ നിൽക്കുന്ന ആളുകൾ എഴുതിയ പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ദൈവത്തെ കാണാൻ ശ്രമിക്കുമ്പോൾ, അച്ഛനായിരിക്കാം, ഇനിയും ശമാശനായിരിക്കാം, കശീശയായിരിക്കാം, പാസ്റ്ററായിരിക്കാം, നിങ്ങളൊരു പ്രീച്ചറായിരിക്കാം, നിങ്ങളൊരു ടീച്ചറായിരിക്കാം, നിങ്ങൾ ഏത് സഭയിൽപ്പെട്ട ആളാണെങ്കിലും, ഏത് സഭയിൽപ്പെട്ട ആളാണ്, കൃത്യമായ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് കൊടുത്താൽ അവരെല്ലാ രീതിയിലും അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന കാഴ്ചപ്പാട് ആണെങ്കിൽ, നിങ്ങളിപ്പം ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് വായിക്കുക, അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ദൈവം ഇങ്ങനെ മാറി, ഇങ്ങനെ മിന്നി ഓരോ രൂപഭാവങ്ങളിൽ ഇങ്ങനെ വരിക. ഒരധ്യായത്തിൽ ദൈവം ഭയങ്കര സോഫ്റ്റ് ആയിരുന്നെങ്കിൽ അടുത്ത അധ്യായം വരുമ്പോൾ വാളെടുത്ത് ഒറ്റ കുത്താണ്. വെട്ടിയേക്കാനാണ് പറയുന്നത്. ഗർഭിണിയാണെന്നൊന്നും നോക്കണ്ട, വെട്ടിയേക്കാൻ. പാർട്ടിക്കാർ കാണിക്കുന്നതിനേക്കാളും വൃത്തികെട്ട രീതിയിലാണ് ദൈവം കാണിക്കുന്നത്. ഇങ്ങനൊന്നും പറയരുതേ, ദൈവകോപം വരും. ദൈവമല്ലല്ലോ അതൊന്നും പറഞ്ഞത്, ദൈവമാണ് പറഞ്ഞെങ്കിൽ വേണ്ടതല്ല. അപ്പം വെട്ടി അങ്ങ് കീറുക, വയറ് വെട്ടി കീറുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ വൃത്തികേടാണോ ഏറ്റവും ക്രൂരമായ രീതി. ഈ വികലമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ദാവീദ് അങ്ങനെ പറഞ്ഞു. ഇപ്പം ദാവീദിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നിട്ട് ദൈവത്തെ കാണും. ഏലിയാവിൻ്റെ കാഴ്ചപ്പാടുണ്ട്. അതാണ് ഈ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഒരു തീ ഇറക്കി ദഹിപ്പിച്ചേക്കാൻ പറയും. അപ്പോൾ ഏലിയാവിൻ്റെ ദൈവത്തെ പ്രസംഗിക്കുന്നവരെങ്ങനെയാണ് യേശു പറഞ്ഞ പിതാവായ ദൈവത്തെ പറയും? ഇതാണ് പ്രശ്നം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. നിങ്ങൾക്ക് ഏത് ദൈവത്തെയാണ് വേണ്ടത്? ഏലിയാവിൻ്റെ ദൈവത്തെയാണ്, അതോ മോശയുടെ ദൈവത്തെയാണ്, അതോ നിങ്ങൾക്ക് വേണ്ടത് എസ്തേറിൻ്റെ ദൈവത്തെയാണ്? നിങ്ങൾക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടിയ ദൈവത്തെ കൃത്യമായി പിതാവ് ആരാണെന്ന് യേശു തൻ്റെ വാക്കുകളിലൂടെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തരികയും കേൾപ്പിച്ചു തരികയും എല്ലാം ചെയ്തിട്ടുണ്ട്. മാനിഫെസ്റ്റ് ചെയ്ത് ദൈവത്തിൻ്റെ കരുണയും സ്നേഹത്തെയും ദൈവത്തിൻ്റെ നീതിയെ മനുഷ്യൻ്റെ നീതിയായിട്ട് ചേർത്ത ആളുകൾ ഈ പഠിക്കുന്നത്. ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസും റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസും. റെസ്റ്റോറേഷൻ, റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്,
ഈ തിയോളജിക്കൽ സെമിനാരികളിൽ ഞാൻ ഉൾപ്പെടെ പഠിച്ചതാണ്. എത്തിക്സ് ക്രിസ്ത്യൻ എത്തിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്, ക്രിസ്ത്യൻ എത്തിക്സ്. അതിൽ തന്നെ വേണമെങ്കിൽ MTH ഒക്കെ എടുക്കാം. അപ്പോൾ ഈ എത്തിക്സിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസും റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസും. അപ്പം നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ നീതി, ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ ലോകത്തിലെ കോടതികളും നിയമകർത്താക്കളും ന്യായാധിപന്മാരും ഒക്കെ കാണിക്കുന്ന ദൈവനീതി ലോകത്തിൻ്റെ നീതിയെ വെച്ചിട്ട് ദൈവത്തിൻ്റെ നീതിയുമായി അതിനെ ബന്ധിപ്പിക്കുന്നു. ഇതെല്ലാം വികലമായ ദൈവത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ദാവീദ് പറഞ്ഞ ദൈവം, ആസാഫ് പറഞ്ഞ ദൈവം, ഇത് ഞാൻ പറയുമ്പോൾ എനിക്കറിയാം വിമർശനം ഉണ്ടാകും. ഈ ദൈവത്തെ ഒന്നുമല്ല യേശു പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ചിലപ്പം യോജിച്ചും വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ പറയുന്ന പല കാര്യങ്ങളും ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ നമുക്ക് വളരെ ഈക്വലായിട്ട് വളരെ യോജിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെ തരം തിരിച്ചു പഠിച്ചില്ലെങ്കിൽ, റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ഗോഡ് ഓർ റൈറ്റ്ലി ഡിവൈഡ് ദ സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ, ഈ സ്ക്രിപ്ചർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നതാണ് സ്ക്രിപ്ചർ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബൈബിളിൻ്റെ കാനനൈസേഷനും ബൈബിൾ കാനോൻ ചെയ്തതും ബൈബിൾ കൂട്ടിച്ചേർത്തതും എഡിറ്റ് ചെയ്തതും അല്ലെങ്കിൽ ഇതെല്ലാം ഈ പലയിടത്തു നിന്നും ശേഖരിച്ചുകൊണ്ട് വന്നത്, ഇതിൻ്റെ ഒറിജിനൽ ഒന്നും ആരുടെ കയ്യിലുമില്ല. ഒറിജിനൽ ഈ കൈയെഴുത്ത് പ്രതികളൊന്നും തന്നെ ഇല്ല. നമ്മൾ ഈ കാനനൈസേഷൻ എന്നുള്ള സബ്ജക്റ്റൊക്കെ ഈ തിയോളജിക്കൽ സെമിനാരിയൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷേ ആരും ഇതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ബൈബിൾ വാക്യങ്ങളാക്കിയതും അതിനെ തരംതിരിച്ചതും ഒക്കെ വളരെ ലേറ്റായിട്ടുള്ള പീരീഡിലാണ് നമുക്കറിയാം. അപ്പം ഒന്നിനോടൊന്നൊന്നും പലപ്പോഴും ചേർന്ന് പോകത്തില്ല. ബൈബിളിലെ പല വാക്യങ്ങളും കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ഒരു വാക്യം മറ്റോ വാക്യമായിട്ടൊന്നും ചേർന്ന് പോകുന്നില്ല. അത് എഡിറ്റിങ്ങും ഒരുപാട്, അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ, ഒറിജിനൽ കൈയെഴുത്ത് പ്രതികളൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ഇതെങ്ങനെ ഇപ്രകാരം ഇത്രയും കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കി എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയാൽ ചിലപ്പോൾ നമ്മളെ തലപുകയും. അതിൻ്റെ അകത്തുള്ള ചില സത്യങ്ങൾ മനസ്സിലാക്കാം. അപ്പം ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മോശയുടെ ദൈവത്തെയോ അല്ലെങ്കിൽ ആസാഫിൻ്റെ ദൈവത്തെയോ ദാവീദിൻ്റെ ദൈവത്തെയോ അല്ലെങ്കിൽ യെശയ്യാവിൻ്റെ ദൈവത്തെയോ ഇങ്ങനെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ കാണുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് അതാണ് ദൈവമെന്ന് ഞായറാഴ്ച വന്നിട്ട് ജനങ്ങളോട് പറയുക, ജനങ്ങളെ വഞ്ചിക്കുക ചെയ്യുന്നത്. ഇതിനകത്ത് എല്ലാ സഭക്കാരും ഉൾപ്പെടും. ഇതിനകത്ത് ആരെയും മാറ്റി നിർത്താനൊന്നും പറ്റുകയില്ല. ലിറ്റർജിയുള്ള സഭകളെ സംബന്ധിച്ചുള്ള എല്ലാത്തിനും എഴുതിയ ലിറ്റർജി ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ലിറ്റർജി അവിടെ അച്ഛൻ പറയും, താഴെ നിന്ന് എല്ലാവരും ഏറ്റു പറയും, അവർ ഇതിൻ്റെ അർത്ഥമൊന്നും അറിയത്തില്ല. പിന്നെ അതിന് ഓപ്പോസിറ്റായിട്ടൊരു പ്രസംഗവും പ്രസംഗിക്കും. കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനകൾക്കുമൊക്കെ വേറെ പ്രസംഗം. എല്ലാ സഭകളിലും ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പ്രസംഗകരുടെ മേളമാണ്. പാസ്റ്റർമാരാണ് കൂടുതൽ. അത് ഈ കുഞ്ഞു കുട്ടികൾ മുതൽ പ്രസംഗിക്കുന്നുണ്ട്. 5 വയസ്സുള്ള പിള്ളേർ മുതൽ പ്രസംഗിക്കുക, ബൈബിൾ എടുത്ത് വ്യാഖ്യാനിക്കുക. അത് 10 വയസ്സുകാരനും 18 വയസ്സുകാരനും 20 വയസ്സുകാരനും സ്ത്രീയും പുരുഷനും എല്ലാവരും അങ്ങ് പ്രസംഗിക്കുക. അപ്പോൾ ഈ ജനങ്ങളുടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ, ഈ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഗ്ലോബലൈസേഷൻ്റെ കാലമാണ്. ലോകം നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുക. നമ്മളിപ്പോൾ ഇന്ന സഭയുടെ മാത്രം ലൈക്ക് ചെയ്തു ഫോളോ ചെയ്യുന്നു അതൊന്നുമില്ല. നമ്മളിപ്പോൾ എല്ലാവരുടെയും പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ കേട്ട് ദൈവം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയുമില്ല. ദൈവം രോഗം തരും, രോഗം തന്ന് നമ്മളെ പരീക്ഷിക്കും. ഇതൊരു പൊട്ടത്തരമാണ് പറയുന്നത്. ഇത് ആരോ എഴുതിയ പാട്ട്, ആരോ എഴുതിയ തിയോളജി, നിങ്ങളോട് ആരാ ഇതൊക്കെ പറഞ്ഞ്? പുതിയ നിയമം എന്തുവാ പറയുന്നത്? കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവനിൽ വെളിച്ചം മാത്രമേ ഉള്ളൂ, ഇരുട്ട് അവനിലില്ല. ദൈവം രോഗം തരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ദൈവം ആരാണ്? കുട്ടിച്ചാത്തനാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൈവമാണ്? എനിക്ക് എല്ലാ ദൈവത്തിൻ്റെയും പേരിവിടെ പറയാൻ പറ്റത്തില്ല ഓപ്പണായിട്ട്, അതുകൊണ്ടാണ്. പലതരം ദൈവങ്ങളുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ട്രൈബൽ ഗോഡാണോ? ആദിവാസി സമൂഹങ്ങളിൽ അവർക്ക് ഓരോ ഗോത്രത്തിനും ഓരോ ദൈവമുണ്ട്. ആ ദൈവത്തെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ വൈകുന്നേരം ഇടി കിട്ടും, നല്ല ഒന്നാം തരം ഇടി കിട്ടും. അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ രക്തം ശബ്ദിച്ച് ചാകും. കാരണം ഈ ദൈവത്തിന് ഇങ്ങനെ പ്രസാദം കൊടുത്തുകൊണ്ടിരിക്കണം. പൂ കൊണ്ട് കൊടുക്കണം, കോഴി വേണം, നേർച്ച വേണം, രക്തം കൊടുക്കണം, മൃഗബലി വേണം, നരബലി വേണം. ഈ കഴിഞ്ഞ ദിവസം നോർത്ത് ഇന്ത്യയിൽ ഒരു നരബലി നടന്നു, കണ്ടോ? ഈ കാഴ്ചപ്പാടാണ്. ഇങ്ങനത്തെ കാഴ്ചപ്പാടായിരുന്നു അബ്രഹാമിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കൊച്ചിനെയും പൊക്കിക്കൊണ്ട് മേളിലോട്ട് പോയത്. ദൈവത്തിന് നരബലി, ഇതിനൊക്കെ ബൈബിൾ വാക്യമുണ്ട്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഈ നരബലിയൊക്കെ അന്നുണ്ടായിരുന്നു പിള്ളേരെ കൊണ്ട്. ഇതെല്ലാം ദൈവം പറഞ്ഞു എന്ന രീതിയിലാണ് കാണുന്നത്. ഏത് ദൈവമാണിത് പറഞ്ഞത്? ഞാനിത് പരസ്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക, എനിക്ക് ഒരു പേടിയില്ല. പല ആൾക്കാരും ചോദിക്കുന്നത്, നിങ്ങൾ ഇത് സഭയാണോ, ആ സഭയുടെ കാഴ്ചപ്പാട് ഇതാണോ? അതൊന്നും ഞാനിവിടെ പറയുന്നത് എൻ്റെ സ്വതന്ത്രമായ കാഴ്ചപ്പാടാണ് ഇവിടെ പറയുന്നത്.
ഇതിൻ്റെ പേരിൽ എന്നാ സംഭവിച്ചാലും എനിക്ക് യാതൊരു പേടിയുമില്ല. കാരണം ഞാൻ ജീവിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. അതായത് പഴയ നിയമത്തിൽ നരബലികളുണ്ട്, ദൈവം പറഞ്ഞതായിട്ടൊക്കെയാണ്. അതിൻ്റെ വാക്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് തപ്പിയാൽ മതി. അപ്പം അബ്രഹാം ഇങ്ങനെ മകനെയും കൊണ്ട് പോയിട്ട് സ്വന്തം മകനെ യാഗമർപ്പിക്കും. ഇതിനെല്ലാം പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഞാനിതിനെ ഒന്നും പോസിറ്റീവായിട്ടല്ല കാണുന്നത്. കാരണം ഇതിനെയൊക്കെ എങ്ങനെയാണ് പോസിറ്റീവ്? ഇതൊക്കെ നമ്മുടെ ഈ സൺഡേ സ്കൂളിൽ ഞങ്ങളുടെ അപ്പച്ചൻ പഠിപ്പിച്ചതാണ്. ഞങ്ങളുടെ അപ്പനും അമ്മയും പഠിപ്പിച്ച സൺഡേ സ്കൂൾ അധ്യാപകർ, അച്ഛൻ എന്നെ പഠിപ്പിച്ച പാസ്റ്റർ പഠിപ്പിച്ചതാണ്, ഉപദേശി പഠിപ്പിച്ചതാണ്. അവിടെ ഉപദേശിയും ആൾക്കാരും ഒക്കെ പഠിപ്പിച്ച് അവിടെ വെക്കുക. ഈ 2025 സംസാരിക്കുമ്പോൾ കുറച്ച് ഡീസൻ്റായിട്ട് മനുഷ്യൻ്റെ ഇന്നത്തെ ബുദ്ധിക്ക് ഒതുങ്ങുന്ന രീതി വേണം കാര്യങ്ങൾ പറയാൻ. അതായത് അബ്രഹാം ഇങ്ങനെ അബ്രഹാം യാഗമർപ്പിക്കാൻ സ്വന്തം മോനെ. എന്തോ കഥയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഞാൻ എന്താ ഇതൊക്കെ പറയുന്നത്. അവിടെ ചെന്നപ്പോൾ ഏതായാലും യഹോവ കരുതി എന്നാണ് അവിടെ പറയുന്നത്. ആരാണ് കരുതിയത്? അവിടെ ഒരു പ്രാവശ്യം പറയുന്നു ഇത് പരീക്ഷിക്കാനാണ്. ദൈവത്തിൻ്റെ ഓരോ പരിപാടികൾ നോക്കണേ. ദൈവം ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ദൈവത്തെക്കുറിച്ചെല്ലാം ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് വായിച്ചിട്ട് പിന്നെ പുതിയ നിയമം വായിക്കുകയല്ല, സുവിശേഷങ്ങൾ വായിക്കുകയല്ല, ലേഖനങ്ങളും വായിക്കുകയല്ല. അത് രണ്ടും മാറ്റി വെച്ചിരിക്കുക. ബൈബിളിൻ്റെ അകത്തുണ്ട്, പക്ഷെ വായിക്കുകയല്ല. സുവിശേഷങ്ങൾ ഇഷ്ടമല്ല, വായിക്കുന്നതേ ഇഷ്ടമല്ല. എപ്പിസ്കോപ്പൽ സഭകളിൽ പിന്നെ അത് നിർബന്ധമായിട്ട് സുവിശേഷ വായന ഉണ്ട് അല്ലേ? ലോകത്തിൻ്റെ ജീവൻ രക്ഷയ്ക്കും അറിയിക്കുന്ന. ഇപ്പോൾ എൻ്റെ ഇവിടെ ലിറ്റർജി ഇപ്പോൾ ഇത് ഒരു സഭയുടെ ഒരു ലിറ്റർജി, ഇത് മാർത്തോമ സഭയുടെ ലിറ്റർജി. മാർത്തോമക്കാരനല്ല, എല്ലാ ലിറ്റർജി എൻ്റെ കയ്യിലുണ്ട്. ലിറ്റർജിയാണ്, അതിൻ്റെ അകത്ത് ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സഭകളുടെയും ലിറ്റർജി, അതിൻ്റെ അകത്ത് ലോകത്തിൻ്റെ ജീവൻ രക്ഷ അറിയിക്കുന്ന എവങ്കേലിയൻ സുവിശേഷം, അത് വായിച്ചേ പറ്റും. വായിക്കും ആൾക്കാർ, ഇത് കേൾക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ആര് കേൾക്കാനാണ്? കാരണം ഈ വരുന്നതേ ദൈവത്തെ പേടിച്ചാണ് വരുന്നത്. ഈ ഭയത്തിൽ നിന്ന് ആണ് മതം ഉണ്ടായത്. അപ്പം ഇന്നും അത് തന്നെയാണ്. നിങ്ങൾ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുക. അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ വാക്യങ്ങൾ ഇഷ്ടം പോലെ കിടക്കുക. ഈ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ എന്നാണ് യേശു ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ എന്തോ ഉണ്ടല്ലേ. അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? എന്താ യേശു അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ഒരുപാട് നടന്ന പല സംഭവങ്ങളും നമ്മൾ തരം തിരിച്ചു വേണം പഠിക്കാൻ. എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ തിയോളജിക്കൽ സെമിനാരികൾ JEDP തിയറി പഠിക്കും. JEDP എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ജാഹ്വിസ്റ്റിക് സോഴ്സ്. അതായത് JEDP തിയറിയിൽ ഇതൊരു വെസ്റ്റേൺ തിയോളജിയിൽ വരുന്നതാണ്. അമേരിക്കൻ തിയോളജിയൻസ് ഉണ്ടാക്കിയത് JEDP. അപ്പം എന്ന് പറഞ്ഞാൽ ജാഹ്വിസ്റ്റിക് സോഴ്സ്. എല്ലാവരും പഠിക്കുന്ന, ഇതിപ്പം BTH പഠിക്കുന്നവർ മുതൽ പഠിക്കുന്നത്, BTHO BDO, BTHനും BDക്കും പഠിക്കും അല്ലെ. BTHO BDO MDO എന്തുവാന്ന് വെച്ചാൽ നിങ്ങൾ വിദേശത്ത് പോയാൽ MDO ആണ്, ഇവിടെ BD ആണ്. എവിടെ പഠിച്ചാലും ഈ പറയുന്ന ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, ഇൻട്രൊഡക്ഷൻ ടു ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ഏത് സെമിനാരി പഠിച്ചാലും ജാഹ്വിസ്റ്റിക് സോഴ്സ് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ജാഹ്വിസ്റ്റിക് സോഴ്സ് ഉണ്ട്. അതായത് ജാഹ്വിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ, യാഹ്വിസ്റ്റിക് യഹോവയുടെ ആൾക്കാർ, അല്ലെങ്കിൽ ഈ യഹോവയെ പിന്തുടരുന്ന, അല്ലെങ്കിൽ യാഹ്വയാണ് ദൈവം എന്ന് പറയുന്ന കുറച്ചൊരു ഗ്രൂപ്പ്, അവരുടെ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ്ങും തിയോളജിയും അവരുടെ ഡോക്യുമെൻ്റ് അതുണ്ട്. പിന്നുള്ളത് എലോഹിസ്റ്റിക് സോഴ്സ്, എലോഹിം. അതുകൊണ്ട് യേശു എലോഹിം, ലമ്മ ശബക്താനി, എലോഹിം എന്നൊക്കെ വിളിച്ച് എലോഹിമിൻ്റെ സോഴ്സ് ഉണ്ട്. പക്ഷേ ഈ തിയോളജിക്കൽ സെമിനാരികൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങ് പോകത്തേ ഉള്ളൂ. ഇവരിതെന്തോ ഈ പഠിപ്പിക്കുന്നവർ പോലും ഇത് കൃത്യമായിട്ട് അറിയത്തില്ല. കാരണം അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആകെപ്പാടെ കുളവായിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്നും പഠിപ്പിക്കാത്ത. എലോഹിസ്റ്റിക് സോഴ്സ് ഉണ്ട്, പിന്നെ ഡ്യൂട്രോണമിസ്റ്റിക് സോഴ്സ് ഉണ്ട്, പിന്നെ പ്രീസ്ലി സോഴ്സ് ഉണ്ട്. ഇങ്ങനെ പലതരം സോഴ്സ് എന്ന് പറഞ്ഞാൽ പല സോഴ്സുകളിൽ നിന്ന് എടുത്തതാണ് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് അല്ലെ ഈ പഞ്ചഗ്രന്ഥങ്ങൾ, പെൻഡറ്റുക്ക് എന്ന് പറയുന്നത്. പല സ്ട്രീമുകളിലുള്ള ആളുകൾ എടുത്തിരിക്കുന്നതാണ്. ഇപ്പം ഒരു പറ്റം ചിന്താഗതിയുള്ള ആൾക്കാർ, ഇപ്പം പറഞ്ഞ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, പൗലോസിൻ്റെ പക്ഷക്കാരൻ എന്ന് പറയുന്നതല്ലേ. എന്ന് വെച്ചാൽ ഇത് ഇപ്പം പീറ്ററിൻ്റെ കൂടെ നടന്ന, പത്രോസിൻ്റെ കൂടെ നടന്ന കുറച്ച് ആൾക്കാരുണ്ട്, പൗലോസിൻ്റെ അനുയായികൾ കുറച്ച് പേരുണ്ട്. അപ്പം ഇങ്ങനെ പല സോഴ്സുകളിൽ നിന്ന് എടുത്താണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് ഇതിനെ തരം തിരിച്ചൊക്കെ പഠിക്കണം. അപ്പോൾ ദൈവസങ്കല്പത്തെ നമ്മൾ രൂപപ്പെടുത്തുന്നത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നിന്നല്ല, അത് ഭാഗമായിട്ട്. എബ്രായ ലേഖനം വളരെ കൃത്യമായിട്ട് പറയുന്നത് അല്ലേ, ഭാഗമായിട്ട്
ആണ് നമുക്ക് ദൈവിക വെളിപ്പാടുകൾ കിട്ടിയത്, അല്ലേ? പാർഷ്യൽ റെവലേഷനാണ്, ഫുള്ളസ്റ്റ് റെവലേഷൻ അല്ല, പാർഷ്യൽ റെവലേഷൻ. പാർഷ്യൽ എന്ന് പോലും പറയാൻ പറ്റത്തില്ല, വളരെ മങ്ങിയ ഇതാണ്. ഇപ്പം ഞാൻ ഈ കണ്ണാടി കൊണ്ട് പൊടിക്കകത്തിട്ടിരിക്കുക, മണ്ണിൻ്റെ അകത്ത് കിടക്കുക, കുറേ നാളായി ഇത് മണ്ണിൻ്റെ അകത്ത് കിടക്കുക. ഇത് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാണുമോ? ഒന്നും കാണത്തില്ല. ഞാനത് ഇനി കഴുകിയാൽ പോലും ഇതിനകത്തെല്ലാം പോറൽ വന്നു, എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ ഈ ലെൻസ് എടുത്ത് മാറ്റി പുതിയത് വെക്കേണ്ടി വരും. അപ്പം ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ഇതിനെല്ലാം വഴിയൊരുക്കുമായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാനും പോലും പറഞ്ഞ് ഞാൻ കർത്താവിന് മിശിഹായ്ക്ക് വഴിയൊരുക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേ, ഓക്കെ, പ്രിപ്പയറിങ് ദ വേ ഫോർ ദ ലോഡ് എന്ന് പറയുന്ന പോലെ ഇവരെല്ലാം കണ്ടതെല്ലാം മങ്ങിയ കാഴ്ചകളാണ്. അതുകൊണ്ടാണ് മുരുകൻ കാട്ടാക്കടയുടെ കവിത, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണട മാറ്റേണ്ട സമയമായി, സ്പെക്സ് അല്ലെങ്കിൽ ഈ ലെൻസ് മാറ്റേണ്ട സമയമായി, പവർ ചേഞ്ചായി. അപ്പം ഈ സിലബസ് മാറിയത് പലരും അറിഞ്ഞില്ല. അപ്പോൾ PSC പരീക്ഷയ്ക്ക് പോയിരുന്നു, PSC പരീക്ഷയ്ക്ക് 1 മാസം മുന്നേ അല്ലെങ്കിൽ 2 മാസം മുന്നേ അവർ പറയും സിലബസ് മാറും, അങ്ങനെയൊക്കെ ചെയ്യും. സിലബസ് മാറി, പുതിയ സിലബസ്. അതറിയാതെ PSC പരീക്ഷയ്ക്ക് പോയിരുന്നപ്പോൾ ചോദ്യം കണ്ടപ്പോഴത്തേന് അയ്യോ ഞാൻ പഠിച്ചിട്ട് വന്ന, പക്ഷേ സിലബസ് മാറി, 2 മാസത്തിന് മുൻപേ സിലബസ് മാറി. അപ്പോൾ പുതിയ സിലബസിലുള്ള ചോദ്യങ്ങളാണ്. ഇത് സിലബസ് മാറിയതൊന്നും അറിഞ്ഞിട്ടില്ല. ഇത് പഴയ സിലബസിൽ പലരും കിടന്ന് പ്രസംഗിക്കുക. അവരെയൊന്നും പറയല്ല, അവരെയൊന്നും നമ്മൾ വിമർശിക്കില്ലെന്നാണ് പറയുന്നത്. അതൊക്കെ ചുമ്മാ പറയുന്നത്. അവരെ വിമർശിക്കുക തന്നെ വേണം. മണ്ടത്തരം പറയുന്ന എല്ലാവരെയും നിങ്ങൾ അവർ തിരുത്തൽ വരുത്തേണ്ടതാണ്. അതുകൊണ്ടാണ് വിമർശനം എന്ന് പറയുന്നത് നമ്മൾ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമാണ്. ദൈവത്തെക്കുറിച്ച് വികലമായ കാഴ്ചപ്പാട്, കീറിക്കളയുന്ന ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ ഇന്ന് വൈകിട്ട് ദൈവം നിങ്ങളെ അടിക്കും, നിങ്ങൾക്ക് ദൈവം നന്മയൊന്നും തരത്തില്ല, അനുഗ്രഹമൊന്നും തരത്തില്ല. ഇതൊക്കെ ഈ മുത്തശ്ശി കഥകളാണ്, അല്ലേ? അമ്മച്ചിമാരുടെ കഥകളാണ്. ഇതൊന്നും അല്ല പുതിയ നിയമം. നിങ്ങൾക്ക് യേശുവാണ് വലുത്. അമ്മച്ചിയും മുത്തശ്ശിയും നിങ്ങളുടെ വല്യമ്മയും വല്യപ്പനും അപ്പനും അമ്മയും ഒന്നുമല്ല. ബൈബിൾ വ്യാഖ്യാനിക്കേണ്ട അതോറിറ്റേറ്റീവായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കണമെങ്കിൽ യേശുവും അപ്പോസ്തലന്മാരും എന്താണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. അല്ലാതെ വേറെ അപ്പച്ചൻ്റെയും അമ്മച്ചൻ്റെയും അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. തലതൊട്ടപ്പൻ്റെ കഥയോ എന്നെ പൊക്കിക്കൊണ്ട് നടന്നയാളോ എന്നെ ആത്മീയമായിട്ട് വളർത്തിയ അമ്മച്ചിയായിരുന്നു, അതൊക്കെ എല്ലാം നല്ല കാര്യമാണ്. പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള റെവലേഷൻ പഠിക്കണമെങ്കിൽ യേശുവും അപ്പോസ്തലന്മാരും എന്ത് പറഞ്ഞു എന്ന് നിങ്ങൾ വായിച്ചോ. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് മറക്കരുത്. നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണ്? ഏലിയാവ് തീയിറക്കി എല്ലാവരെയും കത്തിച്ച് കളഞ്ഞതുപോലെ, ഏലിയാവ് തീയിറക്കി കത്തിച്ച് കളഞ്ഞ പോലെ നിങ്ങളും എന്ത് ചെയ്യണം? അല്ലെങ്കിൽ യേശുവെ നിങ്ങളും, അല്ലെങ്കിൽ യേശു എന്നാ ചെയ്യണം? ഇവരെ അങ്ങ് കത്തിച്ച് കളഞ്ഞേക്കുക. അപ്പോൾ ഈ വികലമായ കാഴ്ചപ്പാട്, അമ്മച്ചി തന്ന കാഴ്ചപ്പാടോ അപ്പച്ചൻ തന്ന കാഴ്ചപ്പാടോ ഒക്കെ അവിടെ വെക്ക. അമ്മച്ചി അപ്പച്ചനും ഒന്നും ഇവിടെ വിഷയമല്ല. സഭയുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ നിങ്ങൾ അതോറിറ്റേറ്റീവായിട്ട് കാണേണ്ടത് യേശുവിനെ, അതിനുശേഷം അപ്പോസ്തോലന്മാർ, അതിനുശേഷം സഭാപിതാക്കന്മാർ. യേശു, അപ്പോസ്തോലന്മാർ, ചർച്ച് ഫാദേഴ്സ്, അവരുടെ പാട്രിസ്റ്റിക് റൈറ്റിങ്സ്, പിതാക്കന്മാരുടെ എഴുത്തുകൾ, അതിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് യഥാർത്ഥമായി നമ്മൾ ഫോളോ ചെയ്യേണ്ടത് സോളാ സ്ക്രിപ്ചറെ അല്ല, പിന്നെന്താ, പ്രൈമാ സ്ക്രിപ്ചറെയാണ്. അതായത് ബൈബിള് മാത്രമല്ല, ബൈബിളാണ് ആദ്യത്തെ സോഴ്സ്, പ്രധാനപ്പെട്ട സോഴ്സ്. പിന്നീട് എന്തൊക്കെയാ? ട്രഡീഷൻ ഉണ്ട്, പിന്നെ പാട്രിസ്റ്റിക് റൈറ്റിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ റീസൺ, റാഷണലായിട്ട് ഉള്ള തിങ്കിങ്സ്, അതുപോലെ ഫിലോസഫി. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത്. അല്ലാതെ ബൈബിൾ എലോൺ എന്ന് പറയുന്ന ഈ മാർട്ടിൻ ലൂതറുടെ സോളാ സ്ക്രിപ്ചറെയൊന്നും ബൈബിൾ വ്യാഖ്യാനിക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല. വലിയ അബദ്ധത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് പണ്ടൊരാൾ ബൈബിൾ എടുത്തപ്പം ഈ യൂദാ തൂങ്ങിച്ചത്തെന്നൊക്കെ നമ്മൾ ഈ പറയത്തില്ല. ബൈബിൾ തുറന്നപ്പോൾ അതിൻ്റെ അകത്ത് യൂദാ തൂങ്ങിച്ചത്തു. അപ്പോൾ അടുത്ത ഭാഗം എടുത്തപ്പോൾ നീയും അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ഈ പുള്ളി ചിന്തിക്കുന്ന ഈ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ള എല്ലാം ദൈവം ഇങ്ങനെ സംസാരിക്കുക. മിക്കവാറും പേര് അങ്ങനെ തന്നെയാണ്. എല്ലാ സഭകളിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിലെല്ലാവരും കുറ്റക്കാരാണ്. കത്തോലിക്ക സഭ മുതൽ ഇങ്ങനെ കിടക്കുന്ന, താഴെ കിടക്കുന്ന പെന്തക്കോസ്റ്റൽ, ഈ ന്യൂ ജനറേഷൻ, എല്ലാവരും ഇത് തന്നെയാണ്. ഇതൊന്നും ഈ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുവാണെങ്കിൽ കൃത്യമായി ബൈബിൾ വ്യാഖ്യാനം നടത്തും. എങ്ങനെയും പോട്ടെ, ഇതൊരു വയറ്റിപ്പിഴപ്പിനുള്ളതാണ്, അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഇന്നാരാന്ന് പറഞ്ഞാൽ സമൂഹത്തിലൊരു വില കിട്ടും, അങ്ങനെയൊക്കെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ പോകുന്നവരിങ്ങനെ വന്ന് പറയത്തില്ല. ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെ ഒന്നും പറയത്തില്ല. അവരെല്ലാവരും സോപ്പിട്ടിങ്ങനെ പോകും, നല്ല പൈസ കിട്ടും, അച്ഛനാണ്, നല്ല പൈസയൊക്കെ കിട്ടും, സുഖമായിട്ട് എല്ലായിടത്തും ബഹുമാനമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അച്ഛനാണ്, പാസ്റ്ററാണ്, സുവിശേഷകനാണ് എന്നൊക്കെ പറയും.
ഇവർക്കൊന്നും എന്താ ബൈബിൾ ശരിയായി വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങളുടെ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. ഇപ്പോൾ ഈ കരിസ്മാറ്റിക്കാർ വന്ന് അവരും ബൈബിളിനെ വികലമായി കത്തോലിക്ക സഭയിലെ കരിസ്മാറ്റിക് വന്ന് ആ സഭയെ നശിപ്പിച്ച് ഒരു പരുവാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കതൊന്നൊരു വിഷയമല്ല. നമ്മളിപ്പോൾ അതൊന്നും അവരുടെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ കത്തോലിക്ക സഭയെ നശിപ്പിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പാണ്. അത് കത്തോലിക്ക സഭയിലെ തന്നെ തിയോളജിയൻസായ അച്ഛന്മാരുടെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടു. അവർ തന്നെ പറയുന്നുണ്ട്, കാത്തലിക് ചർച്ചിലെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ചില തിയോളജിയൻസ്, പ്രത്യേകിച്ച് ചാനലുകളിലൊക്കെ വന്ന സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാർ, അവർ തന്നെ പറയുന്നത് ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനം ഈ സഭയെ നശിപ്പിച്ചു കളഞ്ഞു. കാരണം ഉണർവുണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഉണർവൊക്കെ എല്ലാം നല്ലതാണ്, പക്ഷെ ഇതെല്ലാം ഓവറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൈവിട്ടു പോകുന്ന കളിയാണ്. ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇങ്ങനെ ചെതറി കിടക്കുക, സ്കാറ്റേഡാ, വികലമാണ്. അവിടുന്ന് ഇവിടുന്ന് എല്ലാം കിട്ടിയത് പെറുക്കിയെടുത്ത് ഓരോരുത്തർ പ്രസംഗിക്കുക. ഇയ്യോബിൻ്റെ പുസ്തകം എടുത്തു വെച്ചിട്ട് അവർ ഇയ്യോബിൻ്റെ പുസ്തകത്തിലുള്ള ദൈവത്തെ അങ്ങ് പ്രദർശിപ്പിക്കുക, അവരിലെ മോശയുടെ ദൈവത്തെ അങ്ങ് പ്രസംഗിക്കും. അപ്പോൾ ഈ മോശയുടെ ദൈവത്തിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചൂടാകും, കോപം കൊണ്ടങ്ങ് വിറച്ച് കഴിഞ്ഞാൽ പിന്നെ മുന്നിൽ നിൽക്കുന്നത് അപ്പനാണോ അമ്മയാണോ പെങ്ങളാണോ ഒന്നും നോട്ടമില്ല, അങ്ങ് വെട്ടിയേക്കുക. പിന്നെ വേറെ പല പരിപാടികളുണ്ട്, അത് ഞാൻ പറയുന്നില്ല ഇവിടെ, നിങ്ങൾക്കറിയാം, നിങ്ങൾ വായിച്ചു നോക്കുക. ഈ ബൈബിള് പലപ്പോഴും വായിക്കുന്നത്, ഇത് വായിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി ഈ പിശാച് വരും, ഭൂതം വരും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ബൈബിൾ വായിക്കുന്നത്. അതൊക്കെ എന്ത് പറയാനാണ് ഞാൻ. അങ്ങനെയുള്ളവരുണ്ട്, ബൈബിള് തലയ്ക്ക് വെച്ച് കിടന്നുറങ്ങുക, ബൈബിള് തൊട്ടിങ്ങനെ നമസ്കരിക്കുക. അതൊക്കെ അവർക്കറിയത്തുള്ളൂ. ഇത് തുറന്ന് ഇതുവരെ വായിച്ചിട്ടില്ല, ഒരിക്കലും വായിച്ചിട്ടില്ല, അവർ വായിക്കാൻ പോകുന്നുമില്ല. ഇതിനെ എന്തോ ഒരു വലിയ വിശുദ്ധ ഗ്രന്ഥമായിട്ട് കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര ഭക്തിയോടെ നിൽക്കുക. ആ ഭക്തിയും കൊണ്ട് നിൽക്കത്തേ ഉള്ളൂ. ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, പിടികിട്ടത്ത്. ഇതിലെല്ലാ സഭക്കാരും പ്രതിയാണ്. അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അല്പം ഒന്ന് മനസ്സിലായപ്പം, കുറച്ച് മനസ്സിലായപ്പോൾ ഞാനിങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഇത് പറയാൻ തുടങ്ങിയപ്പോഴാണ് ആളുകൾ ചോദിക്കുന്നത്, താങ്കൾ ആരാണ് പറയാൻ, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേയാണ് മറിച്ചാണ് എന്നൊക്കെ പറയും. അങ്ങനൊന്നും പറഞ്ഞാലൊന്നും ഇതൊന്നും നിർത്താൻ പോകുന്നില്ല. അത് എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് എല്ലാവരും ഇരുന്ന് കാണത്തൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ ചിലർ കുറച്ച് പേര് കാണും. അവർക്ക് കിട്ടുന്ന ആ കാഴ്ചപ്പാടുകൾ, അവർക്ക് കിട്ടുന്ന ആ ഒരു എൻലൈറ്റൻമെൻറ്റ്, ഒരു റാഷണലായിട്ടുള്ള അവരുടെ തിങ്കിങ്, അവരുടെ ആ ഫിലോസഫി ചേഞ്ച് ആകും. തിയോളജീസ് ചിലർ അവരുടെ തലയ്ക്കകത്തുനിന്ന് ആ പഴയതെടുത്ത് ദൂരെ കളയും. നിങ്ങൾ ഏത് സഭയാണെന്നുള്ളതല്ല വിഷയം, ബൈബിളിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് വിഷയം. ഈ ആത്മീയ വ്യാഖ്യാനക്കാരുണ്ട്, അവർ മൊത്തം ആത്മീയമായിട്ട് അവർ പറയുന്ന ആത്മീയ വ്യാഖ്യാനം, അതെന്ത് വ്യാഖ്യാനമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇപ്പോൾ യേശു ഒരു കാര്യം പറഞ്ഞു, ഫോർ എക്സാമ്പിൾ യേശു ഒരു ഉപമ പറഞ്ഞു. ആ ഉപമയ്ക്ക് ഒരർത്ഥമുണ്ട്. ഉപമ ആരോടാ പറഞ്ഞത്? മിക്കവാറും യഹൂദന്മാരോടാ പറയുന്നത്. നമുക്കറിയാം, അന്നത്തെ കാലത്ത് ശമരിയയിൽ പോകരുത്, എല്ലാം തന്നെ ഒരുപാട് വിലക്കുകളുണ്ടായിരുന്നു. യേശു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ശമരിയയിലെങ്ങും പോകരുതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ മിക്കവാറും അല്ലേ യഹൂദനോടാണ് സംസാരിക്കുന്നത്. പിന്നെ അവിടെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണമാണ് നടക്കുന്നത്, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ്, ഒരു പൊളിറ്റിക്കൽ പവർ അവിടെ ഉണ്ട്, റോമാ സാമ്രാജ്യത്തിൻ്റെ പവർ. അപ്പോൾ യേശു യഹൂദന്മാരോട് പറയുന്ന കാര്യങ്ങളാണ്. അതിനൊരർത്ഥമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് എന്തോ ആത്മീയാർത്ഥം ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ, കുഴപ്പമില്ല. അതൊറ്റ അർത്ഥമേ ഉള്ളൂ, എല്ലായിടത്തും ഒന്ന് തന്നെ ഉള്ളൂ. അതിപ്പോൾ ഇന്നൊരാൾക്ക് കിട്ടുന്നു, പരിശുദ്ധാത്മാവ് വന്നിട്ട് നാളെ ഒരാൾക്ക് വേറെ കൊടുക്കുന്നു, അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഒരർത്ഥമുണ്ട്. യേശു അത് യഹൂദനോടുള്ള പശ്ചാത്തലത്തിൽ, യഹൂദനോട് സംസാരിച്ച അവൻ്റെ ഹിപ്പോക്രസി, മത കപട ഭക്തിക്കെതിരെയൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ഇസ്രയേലിൻ്റെ ആ ഒരു അവിശ്വസ്തത, അല്ലെങ്കിൽ പ്രവാചകന്മാരെ അനുസരിക്കാത്ത ഇസ്രയേൽ ജനം, അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരെ അനുസരിച്ചില്ല, പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞ ഇപ്പോഴത്തെ കപടഭക്തിയുമായിട്ട് പരീക്ഷന്മാരും ശാസ്ത്രിമാരും വിധവമാരുടെ വീടുകളും അല്ലെങ്കിൽ പാവപ്പെട്ടവരെ മൊത്തം അടിച്ചമർത്തിക്കൊണ്ട് ഇവരുടെ കപടഭക്തി പ്രചരിപ്പിക്കുക കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, അതിന് ആത്മീയ അർത്ഥമൊന്നുമില്ല. അതിൻ്റെ അകത്തുനിന്ന് ഇനി ആത്മീയത ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. ആ ആത്മീയത എന്തിനാ കേൾക്കുന്നത്? ആത്മീയത കേൾക്കുന്നത് നമുക്ക് രൂപാന്തരം ഉണ്ടാകാൻ വേണ്ടിയാണ്. അല്ലാതെ അത് കേട്ടിട്ട് നല്ല സൂപ്പർ പ്രസംഗമായിരുന്നു, അച്ഛൻ്റെ, പാസ്റ്ററുടെ, ഉപദേശിയുടെ, ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകൻ, പിന്നെ ആരൊക്കെയാണ് ഉള്ളത്, എൽഡർ, പിന്നെ വേറെ ആരാ, അധ്യാപകൻ, ഇങ്ങനെ ഒരുപാട് നമ്മുടെ പല സഭകളിലും പല പോസ്റ്റുകളാണല്ലോ. അച്ഛന്മാരെന്ന് പറയുന്നവരുണ്ട്, പ്രീസ്റ്റ് എന്ന് പറയുന്നവരുണ്ട്, പ്രസ്ബിറ്റർ എന്ന് പറയുന്നവരുണ്ട്, പാസ്റ്റർ എന്ന് പറയുന്ന സഭകളുണ്ട്. അങ്ങനെ ബാപ്റ്റിസ്റ്റുകാർ, പെൻ്റെക്കോസ്റ്റൽ അല്ലെങ്കിൽ മറ്റ് CSI ഉണ്ട്, CNI ഉണ്ട്, മെത്തഡിസ്റ്റ് ഉണ്ട്, ലൂതറനുണ്ട്, മെനനൈറ്റ് ഉണ്ട്. ഇങ്ങനെ എല്ലാവരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടത് കർത്താവിൻ്റെ മനസ്സാണ്. കർത്താവിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളതാണ്. അതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എൻലൈറ്റൻമെൻ്റ് ഉണ്ടാകും, സ്വാതന്ത്ര്യം ഉണ്ടാകും. വികലമായിട്ടുള്ള ദൈവം
ഇപ്പം തന്നെ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ, ദൈവത്തിന് എന്തെങ്കിലും കാഴ്ചവെച്ചില്ലെങ്കിൽ ഉടനെ ദൈവം നിങ്ങളെ പ്രസാദിക്കത്തില്ല. പ്രാർത്ഥിച്ചാൽ പ്രസാദിക്കും ദൈവം. അപ്പോൾ പ്രാർത്ഥിച്ചില്ലെങ്കിലോ, ദൈവം പ്രസാദിക്കത്തില്ല. ഇത് ഏത് ദൈവമാണ്? ഇത് മറ്റു മതങ്ങളിലെ ദൈവമാണ്. അതർ റിലീജിയൻസിൽ ഇതെല്ലാം ഉണ്ട്. അതെടുത്ത് ഇങ്ങോട്ട് യേശു പഠിപ്പിച്ച ദൈവമൊന്നുമല്ല. പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിന്നോട് പിണങ്ങും, അല്ലെങ്കിൽ ദശാംശം കൊടുത്തില്ലെങ്കിൽ പിന്നെ നീ ആകെപ്പാടെ മുടിഞ്ഞു പോകും, സാമ്പത്തികമായി തകരും. അപ്പം ദശാംശം കൊടുത്തത് കൊണ്ട് ഇതെല്ലാം എവിടെ നിന്നുണ്ടായതാണ്? ഒന്നുകിൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, പഴയ നിയമത്തിൽ നിന്നുണ്ടായ കുറേ ദൈവസങ്കല്പം, പിന്നെ മറ്റ് മതങ്ങൾ, ചുറ്റുവട്ടത്തുള്ള എൻവയോൺമെൻറ്റ് നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. യേശു എന്തുവാ പറഞ്ഞ്? യേശു പറഞ്ഞ് ഞങ്ങൾ വായിക്കുകയില്ല. യേശു പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും വായിക്കുകയില്ല. അത് പ്രാക്ടിക്കലാണ്, അത് പ്രാവർത്തികമാക്കേണ്ട ആത്മീയതയാണ്. ഞങ്ങൾ വായിക്കുകയില്ല. ഞങ്ങൾ പാട്ട് പാടിക്കോളാം, ഞങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യം, എളുപ്പമുള്ള കാര്യമൊക്കെ ചെയ്യും. അപ്പോൾ ചില പറ സ്വർഗത്തിൽ പോകാൻ സ്നാനപ്പെടണം, എല്ലാം ഭിത്തിയിലെല്ലാം എഴുതി വെച്ചിരിക്കുക, റോഡ് സൈഡിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നതിന് രക്ഷിക്കപ്പെടും. അതുകൊണ്ട് വലിയ കാര്യം പോലെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ പറയും ഞങ്ങളുടെ കൂടെ വന്നിട്ട് വെള്ളത്തിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെടും. ഇവൻ മുങ്ങിപ്പൊങ്ങും, ഒരു രക്ഷയും പെടത്തില്ല. ഇവൻ്റെ പൈസ ഇല്ലെങ്കിൽ ഇവൻ്റെ കാര്യം പോയി. അപ്പോൾ പൈസ ഉണ്ടാക്കുന്ന ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ആൾ നല്ല വണ്ടിയൊക്കെ എടുത്ത്, കാറൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ചങ്ങ് നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ, അധ്വാനിച്ച് നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത്, ദൈവത്തെ സ്നേഹിക്കുകയാണ് വേണ്ടത്. അതാണ് പറയുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആരാധിക്കണമെന്നാണോ? ചിലങ്ങനെ പറയാം. സ്നേഹിക്കണം, റിലേഷൻഷിപ്പാണ്. ദൈവത്തെ സ്നേഹിക്കണം, അതിന് സംശയമൊന്നും വേണ്ട. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തെ നിങ്ങൾ സ്നേഹിച്ച്, നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹമുണ്ടോ? ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ്റെ കൽപ്പനകൾ, എന്തുവാ കൽപ്പന? സ്നേഹത്തിൽ സത്യത്തിൽ നടക്കും, സ്നേഹത്തിൽ നടക്കും. കൽപ്പന എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ നടപ്പുണ്ട്. കൽപ്പന അനുസരിച്ചോ? നാളെ പണ്ട് ഒരാളെന്നോട് പറഞ്ഞു, കൽപ്പന അനുസരിച്ചു. നമ്മളിങ്ങനെ സാധാരണ വേഷത്തിൽ അല്ലേ നടക്കുന്നത്. അപ്പോൾ കൽപ്പന അനുസരിച്ചു. എന്തോ കൽപ്പന? അത് എന്താ പറഞ്ഞാൽ അത് സ്നാനമാണ് ഇവരുടെ കൽപ്പന. ഇവിടെ ആരാ പറയുന്നത് സ്നാനം കൽപ്പനയാണ്? ഇവിടെ നൂറുകണക്കിന് കൽപ്പനകളുണ്ട്. യോഹന്നാൻ്റെ ഈ ലേഖനങ്ങളിൽ വളരെ കൃത്യമായിട്ട് സത്യത്തിൽ നടക്കുക. സഹോദരനെ സ്നേഹിക്കാത്തവൻ കള്ളനാണ്. സ്വന്തം സഹോദരനെ സ്നേഹിക്കാത്തവൻ, സഹോദരനെ നിസാര എന്ന് പറയുന്നവൻ, അല്ല അവരാണ് പോകുന്നത്. അല്ലാതെ ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. ഏത് തരികടയും കാണിക്കുക ദൈവത്തെ. അപ്പം ദൈവത്തെ ഇങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് വികലമായി അവതരിപ്പിക്കുക. ചിലയിടത്ത് ദൈവം ഭയങ്കര സോഫ്റ്റാണ്, കെട്ടിപ്പിടിച്ചുമ്പോൾ. ചിലയിടത്ത് ദൈവം പിണങ്ങുവാണ്. കൊച്ചു പിള്ളേർ പിണങ്ങുന്ന പോലെ ദൈവം അങ്ങ് പിണങ്ങും. ദൈവം പിണങ്ങിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടുകയില്ല. അത് ശരിയാ. പഴയ നിയമത്തിൽ ദൈവം, യഹോവയായ ദൈവം പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വാളെടുക്കുക. കുഞ്ഞുകുട്ടി ആബാല വൃദ്ധത്തെ വെട്ടി തുണ്ടമാക്കും. ഗർഭിണിയാണെങ്കിലും വയറങ്ങ് പിളർക്കും. ഒരു ദാക്ഷിണ്യമില്ല. അപ്പുറം ദൈവത്തിൻ്റെ നീതിയാണ്. ഈ മണ്ടത്തരം കേട്ട് കുറേ ആൾക്കാർ ഇത് ഭയങ്കര സത്യമാണ്, ഭൂലോക മണ്ടത്തരം. ഈ മണ്ടത്തരം കൊണ്ട് ആൾക്കാരെ മുഴുവനും ബ്രെയിൻ വാഷ് ചെയ്ത്, ഇത് തന്നെ ഈ കരിസ്മാറ്റിക്കിൽ നടക്കും. ഈ കത്തോലിക്ക സഭയെ ഞാൻ ആദ്യം പറഞ്ഞു, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും തോന്നണ്ട, തോന്നിയാലും കുഴപ്പമൊന്നുമില്ല. കത്തോലിക്ക സഭയെ നശിപ്പിക്കുന്ന ഇതുപോലുള്ള പ്രസംഗങ്ങളാണ്. ഇവരുടെ കോപ്പി അടിച്ച് ഇവരവിടെ അടിക്കുക, നശിപ്പിക്കുക. ഇപ്പോൾ അവിടുന്ന് ആൾക്കാരെല്ലാം പുറത്തു പോയിക്കൊണ്ടിരിക്കുക. എന്തോ ചെയ്യാൻ? കാരണം ഇത് മൊത്തത്തിൽ കുളമായി കിടക്കുക. അപ്പോൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് കുറേ പേര് അവരിങ്ങനെ നോക്കിയിരിക്കുക, ആരെ കിട്ടുമെന്ന് വെച്ചോണ്ട് അവർ വീണ്ടും കലക്കവെള്ളത്തിൽ കൊണ്ട് മുക്കും. അവിടെ മുക്കി അവരെ കൊണ്ടുപോകും. ഓരോ മനുഷ്യർക്കും ഓരോ ജീവിത സാഹചര്യങ്ങളുണ്ട്. നല്ല ജോലി, നല്ല സാഹചര്യങ്ങൾ, വീടിൻ്റെ അന്തരീക്ഷം, വീട്ടിലെ സാമ്പത്തികമായ ഉണ്ടെങ്കിൽ അങ്ങനെ അവരൊക്കെ ഗതി പിടിക്കും. പിന്നെ ചിലത് അങ്ങനെയാണ്. നമ്മൾ ഭൂമിയിൽ ദൈവം എല്ലാ അനുഗ്രഹവും വെച്ചിരിക്കുകയല്ലേ ഈ ഭൂമിയിൽ. ചിലർക്കത് കിട്ടും, ചിലർക്കതിപ്പം മതം അതിൻ്റെ അകത്തൊരു വിഷയമല്ല. അംബാനി ഏത് മതത്തിൽപ്പെട്ടാണ്? അംബാനി ക്രിസ്ത്യാനിയാണോ? അല്ലല്ലോ. ലോകത്തിലെ നമ്മുടെ ലുലുവിൻ്റെ ഓണർ അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. ലോകത്തിലുള്ള യഹൂദന്മാർ ക്രിസ്ത്യാനികളാണ്. യഹൂദന്മാരൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നവരെ യഹൂദന്മാർ ക്രിസ്ത്യാനിയൊന്നും അല്ലല്ലോ. അവർ യേശുവിനെ, നമ്മുടെ കർത്താവിനെ ക്രൂശിച്ച് കൊന്നവന്മാരെ അല്ലേ. ഭയങ്കര ബുദ്ധിയാണെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, നമുക്കെന്നെ നല്ല കാര്യം. പക്ഷേ അവർ നമ്മുടെ മശിഹായെ, നമ്മുടെ കർത്താവിനെ
ഉപദ്രവിക്കാവുന്നിടത്തോളം ഉപദ്രവിച്ചു, ക്രൂശിച്ചു കൊന്നു. പത്രോസ് എഴുന്നേറ്റ് എന്ന് പറയും. എന്നിട്ട് അവരെ പൊക്കിക്കൊണ്ട് നടക്കുക. ഞങ്ങൾ ഇസ്രായേലിനകത്ത് ഭയങ്കര. അവർ തന്നെ എന്തുവാ പറഞ്ഞേ, ഈ രക്തം ഞങ്ങളുടെ മേൽ വരട്ടെ. അവരെ അനുഭവിച്ചു. AD 70 അനുഭവിച്ചു. ഇനി വരാനൊന്നും ഇരിക്കുന്നില്ല. AD 70 അനുഭവിച്ചു. AD 70 ആലയെല്ലാം തകർന്നു. മൊത്തത്തിൽ റോമൻ സൈന്യം കയറി. നമ്മൾ ജോസിഫസിൻ്റെയൊക്കെ ഹിസ്റ്ററി പഠിച്ചാൽ അടിച്ച് തകർത്തു. രക്തപ്പുഴ ഒഴുകി. സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. പിന്നെ അതിൻ്റെ ഒരു കോൺസിക്വൻസ് ഇങ്ങനെ നടക്കുന്നു എന്നേ ഉള്ളത്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്, ലെൻസൊക്കെ ക്ലിയർ ആക്കി. നമ്മൾ ഈ ഫോണൊക്കെ ലെൻസ് ഇടയ്ക്ക് ക്ലിയർ ആകും. ഫോട്ടോ എടുക്കുമ്പോൾ ക്ലിയർ ആകും. മോശയുടെ ദൈവത്തെ, അബ്രഹാമിൻ്റെ ദൈവത്തെ, അബ്രഹാമിൻ്റെ ദൈവം അല്ല, മോശയുടെ ദൈവവും അല്ലെങ്കിൽ ദാവീദിൻ്റെ ദൈവവും. ദാവീദ് എന്നുണ്ടൊക്കെ എഴുതി, കുറേ കാര്യങ്ങളൊക്കെ എഴുതി. പുള്ളി ഇടയ്ക്ക് ചില പരിപാടികളൊക്കെ ചെയ്തു. അതും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ പുള്ളി കാര്യങ്ങൾ ചെയ്ത്. അപ്പം അതുകൊണ്ട് അങ്ങനല്ല, നമ്മൾ യേശു പറഞ്ഞ ദൈവം, അപ്പോസ്തലന്മാർ പഠിപ്പിച്ച പിതാവായ ദൈവം, ആ ദൈവം എന്താ? അത് കേട്ട് കഴിയുമ്പോൾ മോശയുടെ പുസ്തകം വായിക്കുന്നവരുടെ എല്ലാം തലയിൽ മൂടുപടം കിടക്കുക. കണ്ണിൻ്റെ അകത്താ മൂടുപടം, തിമിരം. അവരിപ്പോഴും മോശയുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. എന്തിനാ? യഹൂദന്മാർക്ക് വായിക്കാൻ കൊടുത്ത മോശയുടെ പുസ്തകം നമ്മളെടുത്ത് യേശു അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു തന്നില്ലേ. ഇനി ന്യായപ്രമാണം അനുസരിക്കാനാ വേറെ ചിലർ നടക്കൂ. ഇസ്രായേൽ ജനത്തിന് പറ്റിയില്ല. ഒറ്റ ഒരെണ്ണം തെറ്റിയാൽ എല്ലാം പോയി. ഒരുപാട് സബ് കൽപ്പനകളും എല്ലാം ഉണ്ട്, എല്ലാം പോയി കുളമാണ്. അപ്പം ഈ പൗലോസിൻ്റെ പറയുന്നുണ്ട്, ന്യായപ്രമാണം നല്ലതാണ്, അത് അനുസരിക്കുന്നവർക്ക് നല്ലതാണ്, പക്ഷെ ഒട്ടും അനുസരിക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഇവർ ശാപത്തിന് കീഴിലാണെന്ന് പറയാൻ കാണുന്നത്. ന്യായപ്രമാണം ശാപമല്ല, ആണോ? 10 കൽപ്പനയ്ക്ക് അതെന്തെങ്കിലും കുഴപ്പമുണ്ടോ? നല്ല സൂപ്പർ കൽപ്പനകളല്ലേ, നല്ല. പക്ഷെ അനുസരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ വെറുതെ കിടന്ന് കുഴയാതെ ഈ പ്രസംഗവും അതും ഇതും എല്ലാം കൂടെ കേട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർ ജീവിതത്തിൽ ഇതൊന്നും മാറ്റാൻ പോകുന്നില്ല. അച്ഛന്മാരെയും പറഞ്ഞിട്ട് കാര്യമില്ല, പ്രസംഗക്കാരെയും പറഞ്ഞിട്ട് കാര്യമില്ല, പാസ്റ്റർമാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരെയൊന്നും നിങ്ങൾ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ പുതിയ നിയമം എടുത്ത് വായിക്കാൻ തുടങ്ങുക. പിന്നെ വായിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആരോട് എപ്പോൾ എന്തിന് ഏത് സാഹചര്യത്തിൽ പറയും. ഇപ്പം യേശു ധനവാന്റെ ലാസറിൻ്റെ ഉപമ പറയും, സ്റ്റോറി, ഉപമയെന്നും സ്റ്റോറി എന്നൊക്കെ പറയാം. ഒരു കഥ. അതെന്തിനാ പറഞ്ഞത്? നല്ല കാര്യവിചാരകത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്നത്, അതൊക്കെ എന്തുവാ സംഭവം? എന്തുവാ? ചുമ്മാ നമ്മളീ പറയുന്നത് മുന്തിരിത്തോട്ടമാണ്. ഇത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ്. ഇസ്രായേൽ നിങ്ങളുടെ മനസ്സിൽ വേണം. എല്ലാം ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് ഒന്നും ഇതിനകത്തൊന്നും ഇല്ല, ബൈബിളിൽ ഇല്ല, സുവിശേഷങ്ങളിൽ ആ കോണ്ടെക്സ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല. അത് നമ്മൾ കണ്ടെത്തി പഠിക്കണം. അത് ഇച്ചിരി ശ്രമകരമാണ്. പ്രാർത്ഥിച്ചാലൊന്നും കിട്ടുകയില്ല, മുട്ടയിലിരുന്നാൽ ഒന്നും കിട്ടുകയില്ല. ചുമ്മാ അത് ഈ മണ്ടത്തരം പറയുന്നവരുടെ പുറകെ പോകാൻ ഇന്ന് ആൾക്കാർ ഒരുപാട്. കാര്യമായിട്ട് വല്ലവരും സംസാരിക്കുന്നവരുടെ കേൾക്കുകയില്ല. അപ്പോൾ ഈ ധനവാന്റെ ലാസറിൻ്റെ ഒക്കെ വായിച്ചിട്ട് ഈ അവിടെ നരകം, അവിടെ മറ്റേ മറിച്ചതാ, അങ്ങനെ ഇങ്ങനെ. ഈ പഴയ നിയമക്കാർക്ക് നരകമൊന്നുമില്ല. പഴയ നിയമ യഹൂദന്മാരെ, ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചുള്ള അവിടെ ഈ പാതാളം എന്നൊക്കെ പറയുന്ന മരിച്ച ആൾക്കാർ പോയി ഇങ്ങനെ മരിച്ച ആൾക്കാർ, അതൊരു പ്രത്യേക സ്ഥലമാണെന്നൊക്കെ അവരുടെ ഒരു ചിന്ത. അതുകൊണ്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റിട്ട് അല്ലേ പാതാളത്തിലേക്ക് പോയി അവരോട് സുവിശേഷമൊക്കെ പറയും. ഇതെല്ലാം ജൂയിഷ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പം അതെല്ലാം എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആണെന്നും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ വെക്കുന്നത്? യഹൂദന്മാരോട് പറഞ്ഞതും നമുക്കുള്ളത് എന്തുവാന്നാ പലരും ചോദിക്കും. നമുക്കുള്ളത് അതിൻ്റെ അകത്തുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു, അത് മതി. നമുക്ക് വലുതായിട്ടൊന്നും വേണ്ടെന്നേ, കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെയും ദൈവം സ്നേഹിച്ചു പുത്രനിലൂടെ. അപ്പം ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവർക്ക് കൃപയുടെ ആവശ്യമുണ്ടായിരുന്നു. ഇനി ചില കൃപ എന്ത് ചോദിച്ചാലും പറയും കൃപയാൽ സന്തോഷമായിരിക്കും. ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവർക്ക് കൃപ ആവശ്യമായിരിക്കും. നമ്മൾ കണ്ട് ന്യായപ്രമാണത്തിൻ്റെ കീഴിലാന്നൊക്കെ പറഞ്ഞ് ഈ ആളുകളെ വഞ്ചിക്കാൻ കുറേ ആൾക്കാർ ഇറങ്ങിക്കിടന്നു. ഈ തട്ടുപൊളിപ്പം പ്രസ്ഥാനങ്ങൾ, തട്ടുകടകൾ, ചിലർ തട്ടുകട തുടങ്ങി ഇപ്പം വലിയ റെസ്റ്റോറൻ്റായി. പക്ഷേ ഏത് വലിയ റെസ്റ്റോറൻ്റ് ആയാലും ലോകത്തിലെ വലിയ 5 സ്റ്റാർ ഇതിൻ്റെ ഒന്നും അംഗീകാരം നിങ്ങൾക്ക് കിട്ടത്തില്ല.
ഹിസ്റ്റോറിക്കൽ സഭകളുടെ അംഗീകാരം, അപ്പോസ്തോലികമായ സഭകളുടെ ആ പാരമ്പര്യവും അംഗീകാരവും ഒന്നും കിട്ടാൻ പോകുന്നില്ല. വെറുതെ ഈ തട്ടുകട റെസ്റ്റോറൻ്റാക്കി ഇരുന്നിട്ടൊന്നും വലിയ കാര്യമില്ല. എനിക്കൊരു വാക്യം നമ്മുടെ ഒരു സ്നേഹിതനകത്ത് ഇട്ട് തന്ന, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാര്, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. കർത്താവിൻ്റെ മനസ്സുള്ളവർ സകലവും വിവേചിക്കുന്നു. അല്ലാത്തവൻ പൊതിച്ച തേങ്ങ അപ്പാടെ കഞ്ഞിയിലിട്ട് തേങ്ങാക്കഞ്ഞി കുടിക്കുന്നത്. അത് നല്ലൊരു കമൻറ്റാണ്. നമ്മുടെ ഒരു അച്ചായനിട്ട് തന്ന. അപ്പം തേങ്ങ എന്ത് ചെയ്യുന്നു? പൊതിക്കാതെ കഞ്ഞിക്കകത്തോട്ടിടുന്നു, തേങ്ങ ഇട്ട് കഞ്ഞി കുടിക്കുന്നു. വല്ല കാര്യമുണ്ടോ? ഇത് നമ്മുടെ നിലനിൽപ്പാണ് വിഷയമെങ്കിൽ നമ്മളിങ്ങനെ ഓരോരുത്തരത്ത് പിടിച്ചു തൂങ്ങി നിൽക്കും. ഇനി നിലനിൽപ്പാണ് വിഷയമെങ്കിൽ നമ്മൾ വേറെ എന്തെല്ലാം പരിപാടികളുണ്ട്. അപ്പം നിലനിൽപ്പല്ല വിഷയം, റിയാലിറ്റി അറിയുക എന്നുള്ളതാണ് വിഷയം. ഈ പഠിക്കുകയല്ല, പഠിക്കാൻ ഇഷ്ടമില്ല. കാരണം അത് പഠിച്ചാലെല്ലാം പോയി. അതിൽ പറയാം ശുശ്രൂഷ പോയി എന്ന് പറയും. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ശുശ്രൂഷയാണെന്ന് ആരാ പറഞ്ഞത്? അത് ആരാണ്ടൊക്കെ പറഞ്ഞു, നല്ലതായിരുന്നു. അത് തീർച്ചയായിട്ടും നല്ലതാണ്. 4 അത്ഭുത അടയാളമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ? അപ്പം നമ്മൾ ചെയ്യുന്ന, നമ്മളിലൂടെ വരുന്ന വീര്യപ്രവർത്തികൾ, നമ്മളിലൂടെ ഉണ്ടാകുന്ന വലിയ വണ്ടേഴ്സ്, അത് തീർച്ചയായിട്ടും ജനശ്രദ്ധ ആകർഷിക്കും. അപ്പം ആ ജനശ്രദ്ധ ആകർഷിക്കുന്നത് മതി നമുക്കെങ്കിൽ നമ്മളതിൻ്റെ പുറകെ പോകും, അല്ലേ? അത് അത്ഭുതം കണ്ടവര് അവരപ്പത്തിന് വേണ്ടിയാണ്. നിത്യജീവൻ്റെ മൊഴികൾ എന്തുമായി നിത്യജീവനെന്ന് യേശു ഉദ്ദേശിച്ചത്? ഈ ഇത് പറഞ്ഞില്ലേ, ബൈബിൾ ഇങ്ങനെ തുറന്നു വെക്കുക, വായിക്കുക. ദൈവത്തെക്കുറിച്ചുള്ള വികല കാഴ്ചപ്പാടുണ്ടാകുന്ന ബൈബിളിൽ തന്നെ ഉണ്ടാകും ദൈവത്തെക്കുറിച്ചുള്ള വികല കാഴ്ചപ്പാട്. കാരണം ബൈബിൾ ശരിയായി വ്യാഖ്യാനിച്ചില്ലെങ്കിൽ. മറ്റ് മതങ്ങളിലെ കാഴ്ചപ്പാടുണ്ട്, കീറിക്കളയുന്ന ദൈവം. അത് ബൈബിളിൽ തന്നെ ഉണ്ട്. വലിച്ച് കീറി നിന്നെ ഒട്ടിക്കും. കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ ആൾ വരികയല്ല, പേടിപ്പിച്ച് നിർത്തണ്ടേ. ഈ ആഴ്ച മുഴുവൻ പേടിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ അടുത്ത ആഴ്ച ആൾ വേണ്ടേ പ്രസംഗിക്കാൻ? എപ്പോഴും ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവം അനുഗ്രഹിക്കുമെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ആ വഴിക്ക് അങ്ങ് പോവും. അപ്പോൾ ഒരു ചെറിയ ചരട് ഈ ഇടയിൽ ഇങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ വലിച്ചു നിർത്തിയേക്കുക. പറയുന്നത് യഥാർത്ഥ വചനം ആണെങ്കിൽ, യഥാർത്ഥ സന്ദേശമാണെങ്കിൽ, ആ മധുരകരമായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി കത്തിക്കൊണ്ടേയിരിക്കും. ദൈവസ്നേഹത്തിൻ്റെ അഗ്നി കത്തിക്കൊണ്ടേയിരിക്കും. പണ്ടൊരാൾ പറഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി, എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊള്ളാം. അപ്പോൾ പത്രോസിനെ യേശു ഒന്ന് നോക്കി, തിരിഞ്ഞിങ്ങനെ ഒന്ന് നോക്കുക. ആ നോട്ടം പത്രോസിന് ന്യായവിധിയൊന്നും കൊടുത്തില്ല. ചുമ്മാ ഞാൻ പറഞ്ഞില്ല, ഈ പഴയ നിയമം പ്രസംഗിക്കുന്ന മോശയുടെ മൂടുപടം ഇട്ടുകൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരു പ്രയോജനമില്ല. മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ മേൽ മൂടുപടം കിടക്കുന്നു. ക്രിസ്തുവിലേക്ക് തിരിയുമ്പോഴോ നിങ്ങളുടെ മൂടുപടം നീങ്ങിപ്പോകുന്നു. മഹത്വകരമായ തേജസ്, ഇതാണ് മഹത്വം. അപ്പോൾ യേശു ഒന്ന് തിരിഞ്ഞു നോക്കി പത്രോസിനെ നോക്കിയപ്പോഴത്തേന് പുള്ളി പൊട്ടിക്കരഞ്ഞു പോയി. ആ നോട്ടം, ആ സ്നേഹത്തിൻ്റെ നോട്ടത്തിൽ അത്രയും ഉള്ളൂ. അതാ യേശു. അല്ലാതെ ഈ കീറിക്കളയുമെന്നൊക്കെ പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് അടി കൊടുക്കണം. അതേ ഉള്ളൂ അതിൻ്റെ ഒരു ഇത്. ദൈവത്തെ ഈ ഭീകര സത്വമായി, രക്തം കുടിക്കുന്ന രക്തരക്ഷസായി പഴയ നിയമത്തിൽ നിന്ന് വാക്യം എടുത്ത് പ്രസംഗിക്കുന്ന ആളുകൾക്ക് അടി കൊടുക്കണം. പത്രോസിനെ നോക്കിയപ്പോൾ യേശു ഒറ്റ നോട്ടമേ നോക്കിയുള്ളൂ. നിങ്ങളാരും നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല. നോക്കി ഒരാളെ മാനസാന്തരപ്പെടുത്തിയോ? നമ്മൾ പറയുന്ന മാനസാന്തരപ്പെടുത്തൽ എന്തോ കുറേ കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞ് ഏറ്റു പറയിപ്പിച്ച് കയ്യും പൊക്കിച്ച് അവനെ കൊണ്ട് സ്നാനപ്പെടുത്തുന്നു, വെള്ളത്തിൽ മുക്കുന്നു. ഇതൊക്കെ ആർക്കും ചെയ്യാം.
ഒരു അല്പം ബുദ്ധിയുള്ള, ഇച്ചിരി വാക്ചാതുര്യമുള്ള, നിങ്ങൾ ഇച്ചിരി ഗ്ലാമറൊക്കെ ഉള്ള ആളാണെങ്കിൽ, നിങ്ങൾക്ക് ഇച്ചിരി ഗെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ആൾക്കാരൊക്കെ കേൾക്കും. അത് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു എനർജി നിങ്ങൾക്കുണ്ടെങ്കിൽ ആയിരങ്ങളെ വിളിച്ചു കൂട്ടാൻ. ഇപ്പോൾ വിജയുടെ അത്രയും അഭിഷേകം ഏത് വിജയാ? സിനിമാ നടൻ വിജയ് ഉണ്ടോ? ഇത് മെഗാ ചർച്ചിൻ്റെ പാസ്റ്റർമാരെ, മെഗാ ചർച്ച് ഞങ്ങളങ്ങ് ആയിരക്കണക്കിന് ആൾക്കാരെ കൊണ്ട്. സ്റ്റാലിൻ വരുമ്പോഴും ആൾ വരും, വിജയ് വന്നാലും ആൾ വരും. വിജയ് വന്നപ്പോൾ കണ്ടല്ലോ, നിങ്ങൾ വാർത്ത കണ്ടല്ലോ. തമിഴ്നാട്ടിൽ വിജയ് വന്നാൽ അതിൻ്റെ അകത്ത് ഈ പറയുന്ന പ്രൈസിലോട് പറയുന്ന പാസ്റ്റർമാരുൾപ്പെടെ വിജയിയുടെ ആരാധകരാ. നിനക്കറിയോ, സ്റ്റാലിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രൈസിലോട് പറയുന്നവർ ഇൻക്ലാബെന്ന് വിളിക്കുക. അവർ സ്റ്റാലിനെ ഉയർത്തും. ഉണർവാ, റിവൈവലാ, തീ പിടിക്കുക എന്നാണ് പറയുന്നത്. അതും ഭയങ്കര എനർജിയാണത്. വിജയ് എന്ന് പറയുമ്പോഴേ അവരിങ്ങനെ രക്തം തള്ളി. യേശുവിന് വേണ്ടി മരിക്കാൻ വരുമോ? രക്തസാക്ഷികളായവരുടെ ചരിത്രമുണ്ട്, സഹതയന്മാരെന്നൊക്കെ പറയും. എന്തുമാത്രം പേരാണ് നെഞ്ചും വിരിച്ച്, പുറകിൽ നിന്ന് വന്നൊന്നുമല്ല, നെഞ്ചും വിരിച്ച് ആദിമസഭയിൽ രക്തം കൊടുത്തവരുണ്ട്. അവരുടെ ചരിത്രം വായിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കുറേ ചരിത്രം PDF ആയിട്ട്. വേറൊരു ചരിത്രം എൻ്റെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് വായിച്ചതുണ്ട്. ഇത് നല്ലൊരു ബുക്കാണ്. ഇത് ഒരു സുറിയാനി സഭാ ചരിത്രം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് രക്തസാക്ഷികളുടെ ചരിത്രമുണ്ട്. ഇത് മലയാളത്തിലുണ്ട്. രക്തസാക്ഷികൾ, സഭയ്ക്ക് വേണ്ടി രക്തം ഒഴുക്കിയ ആദിമ സഭയ്ക്ക് വേണ്ടി. ഞാനതിലാണ് വിശ്വസിക്കുന്നത്. ആ രക്തസാക്ഷികളാണ് എനിക്ക് വലുത്. ആ കഥയൊന്നും ആ സംഭവം ഒന്നും വായിക്കാതെ ചുമ്മാ ഇവിടെ വന്നിരുന്ന് കുറേ ആൾ കൂടി, വിജയ് വന്നാലും ആൾ കൂടുമെന്ന് അതാ പറഞ്ഞത്. കാശിയിൽ എത്ര കോടികൾ ആൾക്കാരാണ് കൂടിയത്, വാരണാസിയിൽ. ഒന്ന് അടിച്ചു നോക്കിയാൽ യൂട്യൂബിൽ നിങ്ങൾ കാണാം, അതിൻ്റെ റിപ്പോർട്ടുകൾ നിങ്ങൾ കാണാം. വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേളയിൽ എത്ര പേര് കൂടി? മഹാകുംഭമേളയിൽ എത്ര പേര് കൂടി പറ? യൂട്യൂബിൽ പോയി നോക്കാം. നമ്മൾ ഏറ്റവും വലിയ കൺവെൻഷൻ മാരാമ കൺവെൻഷനാന്ന് പറയും ഏഷ്യയിലെ. അങ്ങനെ വെറുതെ അങ്ങ് പറയുക. വേറെ ചില പറയും കുംഭനാട്ടാന്ന് പറയും. ഒന്നുമില്ല. കുംഭമേളയിൽ കൂടിയ ആള്, വിജയ് വന്നപ്പോൾ ഉള്ള ആള്. അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. ഹിന്ദി ചാനലൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. ഹിന്ദി ചാനലുകൾ ഭയങ്കര പാട്ടും കയ്യടിയും തുള്ളലും. എന്തുവാ? ക്രിസ്ത്യാനികളുടെ ആരാധനയൊന്നും അല്ല. പല തരത്തിലുള്ള സന്യാസിമാരുടെ, ശ്രീയെ പോലെയുള്ള ആൾക്കാരുടെ വലിയ പരിപാടികളാണ് നടക്കുന്നത്. അതിൻ്റെ അത് ഭൂതത്തെ ഇറക്കുന്നു, അതിറക്കുന്നു, ഇതിറക്കുന്നു. ഭയങ്കര പരിപാടിയായിട്ട് വലിയ. നിങ്ങൾ ഈ പറയുന്ന മനസ്സിലാക്കുക. എന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. വെറുതെ ഞാൻ ഇതിനകത്തെങ്കിലും ജനിച്ചു വളർന്ന ആളൊന്നുമല്ല. ഞാൻ ഇങ്ങനത്തെ ഉണർവ് കൂട്ടത്തിലൊന്നും ജനിച്ചു വളർന്ന ആളല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചില കാര്യങ്ങൾ ആധികാരികമായിട്ട് എനിക്ക് ധൈര്യത്തോടെ ഞാൻ പറയുന്നത്. വെറുതെ വന്നിട്ട് ചുമ്മാ അതും ഇതും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ലോജിക്കുണ്ടായിരിക്കണം. ഈ വികലമായിട്ടുള്ള ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും വെച്ചുകൊണ്ട് ഇന്നൊരു ദൈവം, നാളെ വേറൊരു ദൈവം, ഓരോ ദിവസം ഇങ്ങനെ സീൻ മാറിക്കൊണ്ടിരിക്കുക. എന്തു തരം ദൈവമാണ്? യേശു പറയാത്തൊരു ദൈവം. യേശുവിൻ്റെ ശിഷ്യന്മാർ സത്യം പറഞ്ഞാൽ യേശു ഒന്നും ചെയ്തില്ലെന്നേ ഉള്ളൂ. ഒരടി കൊടുത്തേനെ. ഏലിയാവിൻ്റെ ആത്മാവും കയറി നടക്കുന്ന ശിഷ്യന്മാർ കൂടെ നടക്കുക. അഭിഷേകമാണ്, ശക്തിയാണ്. പക്ഷെ യേശുവിനെ ഞാൻ ചോദിക്കട്ടെ, ഈ അഭിഷേകം ചില ചോദിക്കുന്ന ഇപ്പം അഭിഷേകമില്ലേന്ന് എന്തോ ഉദ്ദേശിച്ച്? സ്വഭാവം മാറരുത്, വൃത്തികെട്ട സ്വഭാവമാകാം. എൻ്റെ സ്വഭാവം മാറിയെന്നല്ല ഞാൻ പറഞ്ഞത്. ആ സ്വഭാവത്തിനൊന്നും മാറ്റം വരണ്ട, പക്ഷെ ശക്തി വേണം. ഇപ്പം പവറില്ലല്ലോ. നല്ല പവറുണ്ട്, ഇപ്പോഴും നല്ല പവറുണ്ട്.
ഇത് ആർക്കും എടുത്ത് വ്യാഖ്യാനിക്കുന്ന ഒരു പുസ്തകമാണെന്ന് ആരാണ്ടൊക്കെ പറഞ്ഞു വെച്ചു. അതുകൊണ്ട് ഇതിപ്പോൾ എല്ലാവരും എടുത്തു വെച്ചിട്ട് അങ്ങ് പ്രസംഗിക്കുക. ഒരു വാക്യമുണ്ട്, കുഞ്ഞുങ്ങളുടെയും ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായിൽ ഈ ബലം നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കൊച്ചു പിള്ളേരെല്ലാം എഴുന്നേറ്റ് പ്രസംഗിക്കും. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ പിള്ളേർ പറയുന്ന ലോകോത്തര മണ്ടത്തരങ്ങൾ ബൈബിൾ എടുത്തു വെച്ചിട്ടാണ് അപ്പനും അമ്മയും പറയുക, പ്രസംഗിക്കുക. പിള്ളേരുടെ വായിൽ അങ്ങ് കൊടുത്തിരിക്കുക അഭിഷേകം. എന്നിട്ട് പ്രസംഗിക്കുന്നതോ ഭൂലോക മണ്ടത്തരം, ഭൗതികതയും എന്ന് വേണ്ട എന്തുണ്ടൊക്കെ കിട്ടാൻ പോകുന്നു, അത് ഇത് കിട്ടാൻ പോകുന്നു. മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ ഈ ടൈപ്പ് ഉണർവ് കൂട്ടങ്ങളൊന്നും ജനിച്ച് വളർന്ന ആളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോടൊന്നും യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയും ഇല്ല, ആവശ്യമില്ല. ഞാൻ ഉള്ള കാര്യങ്ങൾ പറയും. ഇത് കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് ഒരുപാട് റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പലരും പല രീതിയിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പം ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുതെന്ന, ആൾ കൂടുന്നതിലൊന്നും കാര്യമൊന്നുമില്ല. യേശുവിൻ്റെ കൂടൊന്നും ആയിരങ്ങളും പതിനായിരങ്ങളും ഒന്നുമല്ല. യേശുവിൻ്റെ കൂടെ എത്ര പേരുണ്ടായിരുന്നു? അവിടെ ഉണർവ് നടക്കുന്നു, ലക്ഷങ്ങൾ അവിടെ പോകുന്നു, 10 ലക്ഷം പേര് അവിടെ ആരാധിക്കുന്നു. എന്തായി പറയുന്നു? ആൾ കൂടും, അത്ഭുതവും അടയാളവും അതും ഇതും മറ്റേ മറിച്ച് ആൾ കൂടും. ഇതൊന്നും വലിയ കാര്യമല്ല. ഇത് വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ ആദ്യം വടക്കേ ഇന്ത്യയിൽ പോകും. ഏറ്റവും വലിയ കാര്യം, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങൾ പേടിക്കരുത്. കാരണം നിങ്ങളുടെ കൂടെ കുറച്ച് പേരെ കാണത്തുള്ളൂ. ആൾ കൂടുന്നതിലല്ല കാര്യം. അതും ഇടയ്ക്ക് പറയും, ആൾ കൂടുന്നതിലല്ല കാര്യം, ആത്മാക്കളുടെ ഒരുക്കമാ കാര്യം. അത് ആളെ കിട്ടിയില്ലെങ്കിൽ പറയുന്ന, ആളെ കിട്ടിയാൽ പറയും ഇത് ഭയങ്കര ഉണർവാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പണ്ടൊരാൾ പ്രവചിച്ചിരുന്നു ഈ സഭ ഇവിടം കൊണ്ട് നിൽക്കത്തില്ല. ഞാനും ഇങ്ങനെ കുറേ പ്രവചനം കേട്ടതാണ്. ഇൻ്റർനാഷണൽ ലെവലാക്കി കളയും. ഇൻ്റർനാഷണൽ ലെവലിലുള്ള ശുശ്രൂഷയാണ് എല്ലാവരോടും പറയുന്നത്. ഇൻ്റർനാഷണൽ പോയിട്ട് ഈ പറയുന്നവരെങ്ങും പോയിട്ടൊന്നുമില്ല. പിന്നെ നമുക്കറിയാലോ, ഈ ലോകത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ സ്വാധീനമുണ്ട്, നമുക്ക് തീർച്ചയായിട്ടും എവിടെയെങ്കിലുമൊക്കെ പോകാം. അങ്ങനെ ആഫ്രിക്കയിലേക്ക് പോവാണ്. അപ്പം ദൈവം എന്ന് പറയുന്ന ആരാ? ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്യുന്ന ഒരു മാന്ത്രിക ദണ്ഡുമായിട്ട് നടക്കുന്നയാൾ. ദൈവം ഒരു മജീഷ്യനല്ല. ദൈവം എന്ന് പറയുന്ന ഒരു കുട്ടിച്ചാത്തനെ പോലെ അവിടെ ഇവിടെയും പ്രത്യക്ഷനായി ഇതൊന്നുമല്ല. സ്വഭാവത്തെ, നമ്മുടെ ക്യാരക്ടർ മാറാത്രത്തോളം കാലം നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ, അപ്പോൾ ചോദിക്കും ആയോ? ഞാനായില്ല. ആയെന്ന് അവകാശപ്പെടുന്ന ഒരു വാക്കും എൻ്റെ ഈ ലൈവിൻ്റെ അകത്ത് വന്നിട്ടില്ല. ഇനി അങ്ങനെയും ചിലർ കമൻറ്റ് ചെയ്യും. അതാണ് ഈ പ്രശ്നം. എല്ലാ കമൻറ്റ് മറുപടി കൊടുത്തില്ലെങ്കിൽ അടുത്ത പറയുന്നത് മറുപടി ഇല്ലല്ലോ. പിന്നെ മറുപടി എല്ലാത്തിനും പറയാൻ നമ്മൾ ഇരിക്കുമല്ലേ? നിങ്ങൾക്ക് മറുപടി പറയാം. നിങ്ങളുടെ ഫേസ്ബുക്ക് തുറക്കുക, ലൈവ് ഓൺ ചെയ്യുക, പറയുക, അത്രയേ ഉള്ളൂ. എല്ലാത്തിനും ഇപ്പോൾ കമൻ്റ് എല്ലാം മറുപടി കൊടുക്കാൻ പറ്റും. തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകാനാണ് പറഞ്ഞത്. അതാകുകയല്ല. കാരണം ഈ സുവിശേഷം വായിക്കുകയല്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സുവിശേഷത്തോട് ഭയങ്കര വിരോധമാണ് ഇവർക്ക്. ഈ കൂടിയ വിശുദ്ധിയും വേർപാടും ഉണർവും ചാട്ടവും ബഹളവും തുള്ളലും കാറിച്ചയും കൂകിച്ചയുമുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർ ശ്രദ്ധിച്ചു, ഇൻക്ലൂഡിങ് കരിസ്മാറ്റിക്. നിങ്ങൾ സുവിശേഷം വായിക്കുകയല്ല. അപ്പോൾ അത് വായിച്ചാൽ സത്യ വെളിച്ചകത്ത് കയറും. അത് വായിക്കില്ല. ലേഖനങ്ങളോ അത് ഞങ്ങൾ വായിക്കും. കാരണം എസ്കേപ്പിസം എന്നൊരു സംഭവമുണ്ട്. എസ്കേപ്പിസം, എങ്ങനെയും ഇവിടുന്ന് അങ്ങ് പോകണം, പറക്കണം. അതാണ് എസ്കേപ്പിസം. എല്ലാത്തിൽ നിന്ന് ഒളിച്ചോടാൻ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതല്ലേ? എനിക്ക് ആഗ്രഹമുണ്ട് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന്. നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു, പച്ചയായ മനുഷ്യൻ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്കൊന്ന് ഒളിച്ചോടണം. അതിനിപ്പോൾ ആത്മീയമായ ഏക വഴി എന്ന് പറഞ്ഞാൽ കർത്താവ് വരിക എന്നുള്ളത്. കർത്താവ് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം തീരും. അതാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, വീട്ടിലങ്ങ് പോയാൽ മതി. പിന്നെ സുഖമാണെന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ എന്തിനാ വെറുതെ ഇവിടെ പൈസ ഉണ്ടാക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചു, എന്നാൽ പിന്നെ എന്തിനാ പൈസ ഉണ്ടാക്കുന്നത്? എല്ലാവരും സുവിശേഷ വേലയ്ക്ക് പോട്ടെ, പൈസ ഒന്നും ഉണ്ടാക്കണ്ടെന്നേ. കഞ്ഞിയും കുടിച്ച് ജീവിച്ചാൽ മതി. കഞ്ഞി കുടിച്ച് സാധിക്കുമോ നിങ്ങളെ കൊണ്ട്? ഈ പറയുന്നതിൻ്റെ അകത്തൊരു നേരും നിറയുമൊക്കെ വേണം. നേരും നിറയും വേണം.
എനിക്ക് പറ്റുകയില്ല. എനിക്ക് കുറച്ചുകൂടെ പൈസ കിട്ടിയാൽ അത്രയും നല്ലത്. ആരെങ്കിലും തരുന്നെങ്കിൽ തന്നാൽ ഞാൻ വാങ്ങിക്കും. ആവശ്യങ്ങളുണ്ട്. നല്ലൊരു കാറ് കിട്ടിയാൽ യെസ്, നമുക്ക് കുഴപ്പമില്ല. കാരണം നമ്മളിതൊന്നും പറയുന്നില്ലല്ലോ. സൗണ്ട് കർത്താവ് വരുന്നു കേട്ടോ, വരുന്നു. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ പറഞ്ഞു വരുന്നു. അവരുടെ കാലത്ത് കർത്താവ് വരുമെന്ന് അവർ വിശ്വസിച്ചു. വന്നില്ല. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ പറയാൻ തുടങ്ങി, കർത്താവ് വരും, എന്തിനാ കെട്ടിടമൊക്കെ ഉണ്ടാക്കുന്നത്, എന്തിനാ ഓഫീസൊക്കെ ഉണ്ടാക്കുന്നത്, അയ്യോ വേണ്ട കേട്ടോ, ഇവിടെ കിടന്ന് ഭാരത സുവിശേഷം നടത്തി അങ്ങ് പോയാൽ എന്ത് ചെയ്യാനാ. ഇതുവരെ അതും സംഭവിച്ചില്ല. അപ്പോൾ ഇതാണ് വികലമായി ദൈവത്തെ കാണുക. ദൈവം എന്തൊക്കെയോ ഈ മറ്റു മതങ്ങളിലെ പോലെ ഇവിടെ പ്രത്യക്ഷനാകും, അവിടെ പ്രത്യക്ഷനാകും, അവിടെ പ്രത്യക്ഷനാകുന്നു, മായുന്നു, മറയുന്നു. ഇതൊന്നുമല്ല ക്രിസ്ത്യാനികളുടെ ദൈവം. ക്രിസ്ത്യാനികളുടെ ദൈവം കൃത്യമായി യേശു പറഞ്ഞിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ ക്യാരക്ടർ എന്താണ്, ആ ദൈവം ആരാണ്, ആ ദൈവം എന്താണ് ചെയ്യുന്നത്. ദൈവം നമ്മുടെ ഇങ്ങനെ ഓരോ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയല്ല. നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമുക്ക് ഉത്തരം പറഞ്ഞ്, നമ്മൾ പഠിക്കാതെ ഉത്തരം പറഞ്ഞ്, ഇങ്ങനെ നമ്മുടെ ചിന്ത ദൈവം ഇങ്ങനെ എന്തോ ഒരു കുട്ടി, ഈ ചില കുട്ടിച്ചാത്തനെയൊക്കെ ഇങ്ങനെ ആൾക്കാർ ഈ വാങ്ങിക്കില്ല പൈസ കൊടുത്ത്. എന്തോ കഷ്ടമാണ്. ഓൾമൈറ്റി ഗോഡിനെ എങ്ങനെ വികലമാണ്. നമുക്കെല്ലാം ശക്തിയുണ്ടെന്നേ, എല്ലാ മനുഷ്യർക്കും ഓരോ ശക്തിയുണ്ട്. ഇങ്ങനെ നോക്കി സാധനങ്ങളെ നീക്കുന്നവരുണ്ട്, കൈവച്ച് താഴെ വീഴുന്നവരുണ്ട്. ഞാൻ വേണം ഇഷ്ടം പോലെ വീഡിയോ അയച്ചു തരാം. അവരാരും ക്രിസ്ത്യാനികളല്ല. അവരിങ്ങനെ കൈവെക്കുമ്പോൾ ആൾക്കാർ താഴെ വീഴും, അവർ നോക്കുമ്പോൾ ആൾക്കാർ താഴെ വീഴും, കരയും, ചിരിക്കും, കിടന്ന് ഉരുളും. ഇതെല്ലാം മറ്റ് മതങ്ങളിലും ആത്മീയ ഗുരുക്കന്മാരും ഹിപ്നോസിസ് ട്രെയിനേഴ്സ് ഉണ്ട്. മലയാളികളുടെ ലിസ്റ്റ് ഞാൻ തരാം. ഏറ്റവും നല്ലൊരു ഹിപ്നോട്ടിക്, ഒരു ഹീലിംഗ് ചെയ്യുന്ന ഒരാളുണ്ട്, ഹിപ്നോസിസ്. അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ഉണ്ട്. അതിൽ പോയി അറ്റൻഡ് ചെയ്യുക. 10, 8,000, 6,000 മുതൽ 8,000 രൂപ വരെ നമ്മൾ മുടക്കി കഴിഞ്ഞാൽ അവിടെ പോയി ഇതെല്ലാം പഠിക്കാം. അവരിങ്ങനെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ആൾക്കാർ താഴെ വീഴും, അവർ കരയും, അവരുടെ ഹീലിംഗ് ഉണ്ടാകും. അവർ ചിലപ്പോൾ ചിരിച്ചെന്നിരിക്കും, ഉരുണ്ടെന്നിരിക്കും. അവരുടെ ദേഹത്തുള്ള നെഗറ്റീവായിട്ടുള്ള, അവരുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് എനർജി പുറത്തു പോകും. ഇതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല, ഇതെല്ലാം ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ഞാനിതെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കരിസ്മാറ്റിക് ആയിട്ടുള്ള, ഇനി ഞാൻ കരിസ്മാറ്റിക് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഈ കൃപാവരങ്ങൾ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ കാര്യം ഞാൻ തുറന്ന് പറയും. ഇപ്പം ഞാൻ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ള പറയും. ഇപ്പം എന്നോടിപ്പോൾ ദൈവം പറയുകയാണ്, നീ പോയിട്ട് രോഗികളെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പോകും. ഇനി ദൈവം അങ്ങനെ പറയുകയാണെങ്കിൽ, ദൈവം പറഞ്ഞാൽ ഒരാളുടെ കൈവച്ചാൽ ആ വ്യക്തി ആകുമല്ലോ. ഇന്നയാളുടെ ദേഹത്തൊരു വലിയ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു പൈശാചിക ശക്തി ഉണ്ട്, നീ കൈവെക്കാൻ പറഞ്ഞാൽ ഞാൻ വെക്കും. എനിക്കറിയാം ശക്തി, യേസ് അത് നടക്കും. ഞാനതിൽ വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് യാതൊരു പ്രശ്നമില്ല. പ്രത്യേക ഭാഷയുടെ വരങ്ങൾ പ്രത്യേകമായിട്ട് കിട്ടി, അത് ഉപയോഗിക്കുക. അത് പ്രാർത്ഥനാ മുറിക്കകത്ത് കഥ കടച്ച് മുറിക്കകത്തിരുന്ന് ഉപയോഗിക്കാം. പക്ഷെ അത് പരസ്യമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അന്യഭാഷ എന്ന പേരിൽ പറയുന്നത് എല്ലാം ശരിയാണോ എന്നുള്ളത് ഈ പറയുന്നവർക്ക് തന്നെ അറിയാം. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഒരു പഠനം നടത്തിയിട്ടുണ്ട് ഞാൻ. മാത്രമല്ല, ഇങ്ങനെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. പലർക്കും ഇതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടുന്നില്ല. പ്രയോജനം ഉണ്ടെങ്കിൽ ഓക്കെ, അത് മുറിക്കകത്ത് കയറി വേറെ ആരെ ഇരുത്തരുത്, ഭാര്യ മക്കളെ പോലും ഇരുത്തരുത്, തന്നെ ഇരുന്ന് അങ്ങ് അന്യഭാഷ പറ, ഒരു പ്രശ്നമില്ല, യാതൊരു കുഴപ്പമില്ല. അതിലൂടെ എന്ത് എനർജി കിട്ടുന്നെങ്കിൽ യൂസ് ചെയ്തു, അതിലൂടെ ശക്തി കിട്ടുന്നെങ്കിൽ യൂസ് ചെയ്യും. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി എല്ലാം യൂസ് ചെയ്യും. നെഗറ്റീവായിട്ടുള്ള എനർജി ആളുകളിലുണ്ട്, നമ്മളിലെല്ലാം ഉണ്ട്. ഇപ്പം എന്നിലുണ്ട്. നമ്മൾ നെഗറ്റീവായി ചിന്തിക്കുക, നെഗറ്റീവായി പ്രവർത്തിക്കുക, നെഗറ്റീവായ ആൾക്കാരോട് ഇടപെടുക, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിരിക്കും. ഇതെല്ലാം നമ്മൾ നെഗറ്റീവ് എനർജി നമ്മളിൽ കയറും. ഇതിനെല്ലാം പുറത്തായിരിക്കും. നല്ല കാര്യം. പക്ഷെ എല്ലാവരും അതുപോലെ അങ്ങനെ ചെയ്യണമെന്ന് പറയില്ലേ. സത്യദൈവത്തെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവാകുന്ന സത്യദൈവത്തിന് സ്തുതി കരയേറ്റുമ്പോൾ തന്നെ ഇതെല്ലാം പോകും, ഉറപ്പാണ്. പലരും ചിന്തിക്കുന്നത് ഞാൻ ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് ഞാൻ കരിസ്മാറ്റിക് അനുഭവങ്ങൾ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ഇന്നും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്.
എന്ന് കരുതി എനിക്ക് മേളിലോട്ടും താഴോട്ടും ചാടി തുള്ളേണ്ട ആവശ്യമില്ല. കാരണം ദൈവം എന്തിനാ അങ്ങനെ ആൾക്കാരിങ്ങനെ മേളിലോട്ടും താടി ചാടിക്കുന്നത്? വേറെ പണിയൊന്നുമില്ല. നിങ്ങൾക്ക് തുള്ളണമെന്ന് ചാടണം തോന്നി നിങ്ങളൊരു പാട്ടൊക്കെ ഇട്ട് മുറിക്കാത്തങ്ങ് തുള്ളിക്കോ, നല്ലതായിട്ട് ചാടിക്കോ. നിങ്ങൾക്ക് കൈ അടിക്കണം തോന്നി അടിച്ചോളൂ. അത് ദൈവം അടിപ്പിക്കുന്നെന്ന് പറയരുത്. ദൈവത്തിനെ കൈ അടിപ്പിക്കുന്ന പരിപാടിയില്ല. എന്തോ നാണം കേടായി ദൈവം ഇങ്ങനെ മനുഷ്യരെ കൈ അടിപ്പിക്കാൻ തുടങ്ങി. നിങ്ങൾ കൈ അടിക്കണോ അടിച്ചോളൂ. നിങ്ങൾക്ക് തുള്ളണോ മുറി അടച്ചങ്ങ് നല്ലതായിട്ട് തുള്ളിക്കും. തുള്ളി മറിഞ്ഞ് തല കുത്തി മറിയണം. കിടന്ന് ഉരുളണോ, ബെഡേ കിടന്നങ്ങ് ഉരുള്. ഇത് ചുമ്മാതെ ഈ പരസ്യമായി ഇതിനകത്തൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോരുത്തർ ഇട്ടങ്ങ് പ്രചരിപ്പിക്കുക. ചിലർ തുള്ളുന്നു, ചാടുന്നു, നാണക്കേട്. എന്തോ കാറിക്കൂന്നു, അലറുന്നു. രഹസ്യമായിട്ട് എന്തോ വെച്ചാൽ ഹീലിംഗ് നടക്കട്ടെ. ഈ ഹിപ്നോതെറാപ്പിയിലും ഈ സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി അല്ലെങ്കിൽ ഹിപ്നോസിസിലൊക്കെ ഇതെല്ലാം ഉണ്ട്. ഈ സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ ഇതിന് ട്രെയിനിങ് കിട്ടിയ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സൈക്കാട്രി ലെവലിൽ ഒക്കെ പഠിച്ചവർക്ക് ഹിപ്നോട്ടിക് ഹീലിംഗ് നടത്തുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇന്ന് എറണാകുളത്ത് ഒരാളുണ്ട്, അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്ന ആളുണ്ട്, ഒരു ക്രിസ്ത്യാനി. അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. അപ്പം ഇങ്ങനെയുള്ള എക്സ്റ്റസി ഉന്മാദം ഇതൊക്കെ നല്ലതാണ്. ഉന്മാദം നല്ലതാണ്. കാരണം കുറച്ച് നമ്മൾ റിലീസാകും. നമ്മൾ വൈകുന്നേരം നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ജോയിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ കളിക്കാൻ പോകുന്നു, ഇതൊക്കെ നമുക്ക് റിലാക്സേഷൻ ഉണ്ടാകത്തില്ലേ? ഇത് ശാരീരികമായി നല്ലതാണ്. നല്ലതായിട്ട് കരിസ്മാറ്റിക് എല്ലാവരും പറയും കൈയൊക്കെ അടിക്കുക, അത് നല്ല. ഈ രക്തയോട്ടമൊക്കെ കൂടും, നല്ല. ആത്മാവായിട്ട് ഒരു ബന്ധവുമില്ല. പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധിപ്പിക്കാൻ വരല്ലേ. നല്ല കീബോർഡിൻ്റെ നല്ല റിഥമൊക്കെ അടിച്ച് തകർത്തോളും, അടിച്ച് തകർക്കും നിങ്ങൾ. ഞാൻ പറഞ്ഞിട്ട് തല കുത്തി മറിയണമെന്നാണ് പറയുന്നത്. ആരാധനയല്ല അത് പറഞ്ഞുകൊണ്ട് വരല്ലേ. അത് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും ഭേദം ഈ ബൈബിൾ മാറ്റി വെച്ചിട്ട് വേറെ പണിക്ക് പോകുന്നു. ഈ ഞായറാഴ്ച ഈ തുള്ളി മറിയുന്നൊക്കെ ഇതിനകത്ത് അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നല്ല പാട്ടൊക്കെ അങ്ങോട്ടുണ്ട്, നല്ല റിഥം, നല്ല അടിപൊളി റിഥം വേണം. സാധാരണ റിഥമൊന്നും പോരാ. ഈ വെസ്റ്റേൺ റിഥംസ് ഒക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അത് കീബോർഡിൽ ഇൻസ്റ്റാൾ ചെയ്യണം. നല്ല റിഥംസ്, സാധാരണ റിഥമൊന്നുമില്ല. നമ്മുടെ കീബോർഡുകളിലുള്ള റിഥംസ് ഒന്നും പോരാ. ഇപ്പോൾ നല്ല യമഹായുടെയോ നല്ല കോർഗിൻ്റെയോ ഒക്കെ കീബോർഡ് വാങ്ങിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അതിനകത്ത് SD കാർഡൊക്കെ ഇടാം. നല്ല റിഥം ഇട്ടിട്ടോ ചാടി മറിയും, ഒരു കുഴപ്പമില്ല. റിഥം മാത്രം ഇട്ടാൽ മതി, പാട്ടൊന്നും പാടണ്ട. ഞായറാഴ്ച ചാടി മറിയണം, തുള്ളണം. കുറേ കഴിയുമ്പോൾ നിങ്ങൾ ഫ്രീ ആകും. കുറേ കഴിയുമ്പോൾ ആൾക്കാർ തെറിച്ച് താഴെ പോകും. കാരണം എന്താ, മൈൻഡ് ഫ്രീ ആവും, എനർജി പാസ് ചെയ്യും. ഇതൊക്കെ നടക്കുന്നേ. എനർജി ഉണ്ട് നിങ്ങൾക്ക്, എല്ലാവർക്കും ഉണ്ട് എനർജി. നിങ്ങൾ പ്രവചിക്കും, ഒരാളുടെ ഭാവിയൊക്കെ പ്രവചിക്കാൻ പറ്റും. എല്ലാവർക്കും പ്രവചിക്കാൻ പറ്റും, ഭാവിയൊക്കെ പ്രവചിക്കും, ഒരു കുഴപ്പമില്ല. ഇതെല്ലാം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതുകൊണ്ടായി പറയുന്നത്. ആർക്കും സ്വഭാവം ഒന്നും മാറണ്ട, ഒരു സ്വഭാവം മാറണ്ട. ഈ പൗലോസ് പറയുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളെ അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ഏത് ജഡത്തിൻ്റെ പ്രവൃത്തി ഉണ്ടെങ്കിൽ ഈ പരിപാടിയെല്ലാം ചെയ്യാം. ജഡത്തിൻ്റെ പ്രവൃത്തി ഇരിക്കുക, അന്യഭാഷ, പ്രവചനം, അത് ഇതും എല്ലാ പരിപാടിയും ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ലെന്നേ. ഇതെല്ലാം ചെയ്തിട്ടുള്ളതുകൊണ്ടായി പറയാം. പബ്ലിക്കായിട്ട് ഞാനങ്ങ് പറയാം. ഇത് കേൾക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കറിയാം, അടുത്ത സ്നേഹിതർ, എല്ലാം ചെയ്യാം. പക്ഷെ സ്വഭാവം മാറേണ്ട ആവശ്യമില്ല. യേശുവിനെ പോലെ ഒന്നും ആകണ്ട, അതൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഈ സ്നാനപ്പെട്ടിട്ടുള്ളതുകൊണ്ട് കർത്താവിൻ്റെ വരവിൽ പോവും, അത് ഭയങ്കരമാണ്. അത് ഒരു ടിക്കറ്റാണെന്നാണ് പറയുന്നത്. എന്തൊക്കെയായി പഠിപ്പിക്കുന്നത്? യേശു ആരാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ തുള്ളണമെങ്കിൽ ചാടണമെങ്കിലും ഒക്കെ എല്ലാം ചെയ്തോണം. അത് അടിച്ച് ഏത് ലെവൽ വരെയും പൊക്കോണം. ചിലർ വലിഞ്ഞ് ഈ ആവേശം മൂത്ത് കഴിയുമ്പോൾ ചിലർ ഞാനിപ്പം മാനത്ത് വലിഞ്ഞു കയറുന്ന ഹാപ്പി ജാമിൻ്റെ പരസ്യമുണ്ട്, അതുപോലെ നിങ്ങൾ വലിഞ്ഞു കയറിക്കോ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ പലരും ചെയ്യുന്നുണ്ട്. വലിഞ്ഞു കയറിക്കോ, ആവേശം കയറുമ്പോഴാണ്, ആത്മാവല്ല. ചെയ്തു അല്ല, കൊട്ടുകയോ ചെണ്ടയോ എന്ത് വെച്ചിട്ട് അടി. ഞാൻ പറയുന്നതെല്ലാം ചെയ്യണം. എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഈ കാര്യത്തിൽ ഇച്ചിരി എക്സ്പേർട്ടാണ്. പാട്ട് പാടുന്ന ആളാണ്. അപ്പം എനിക്കിതറിയാം, ചെയ്യാനറിയാം, അതുകൊണ്ടാണ് പറയാം. അപ്പം ഞാൻ വരുമ്പം ഈ തരത്തിലുള്ള ഷർട്ടും ഒന്നും ഞാൻ ഇട്ടുകൊണ്ട് വരത്തില്ല. ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് വരാം, ബനിയനോ ടീഷർട്ടോ. ഇത് ഒഫീഷ്യലി ഉള്ള ഇതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയില്ല. ഇത്
അത് വന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാവരെയും ഇളക്കി മറിച്ചൊരു പരുവാക്കി വെച്ചേക്കാം. നിങ്ങൾ ഇപ്പം നോക്കിയേ, കരിസ്മാറ്റിക്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരച്ഛൻ്റെ വീഡിയോ, അദ്ദേഹം പള്ളിക്കകത്തുനിന്ന് അങ്ങ് തകർക്ക്, അദ്ദേഹം ചാടുന്നു, ജനങ്ങളെ ചാടുന്നു, എല്ലായിടത്തും ഇതുണ്ട്. കാരണം ആൾക്കാർ ഫ്രീ ആണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, സ്കൂളുകളിലെല്ലാം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ഡാൻസ്, ഞാൻ പേരങ്ങ് മറന്നുപോയി, ആ ഒരു പ്രത്യേകതരം മ്യൂസിക് ഇടുക, എല്ലാവരും ചാടിത്തുള്ളു, എല്ലാവരും ചാടി, ഭയങ്കര രസം, എല്ലാവരും ഫ്രീ ആയി. അപ്പോൾ അതിനെന്തോ പറയും? അഭിഷേകം എന്ന് പറയാം, ആരാധന എന്ന് പറയാം. ആരാധന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏക സത്യ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം. ആ ത്രിയേക ദൈവത്തിലാണ് ഞാൻ, ആ ത്രിയേക ദൈവമാണ് എൻ്റെ ദൈവം എന്ന ബോധ്യം. ആ ബോധ്യം വരുമ്പോൾ നമ്മുടെ തലച്ചോറ്, നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളൊക്കെ ശുദ്ധീകരിക്കപ്പെടും, എൻലൈറ്റൻ ആകും. അതാണ് ദൈവത്തെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാട്. സ്നേഹത്തിൻ്റെ നൃത്തമാടുന്ന ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവത്തിൻ്റെ ആനന്ദ നടനം. മറ്റു മതങ്ങളിലൊക്കെ ഈ നടനങ്ങളുണ്ട്, നമുക്കറിയാം. അത് ആനന്ദ നടനമൊക്കെ ഉണ്ട്. അത് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. നടനം, നൃത്തം നല്ലതാണ്. സ്നേഹത്തിൻ്റെ നൃത്തം, രൂപാന്തരപ്പെടുത്തുന്ന, ട്രാൻസ്ഫോം ചെയ്യുന്ന, റീജനറേറ്റ് ചെയ്യുന്ന, യേശുവിനെ പോലെ. അല്ലെ പാട്ടുകാരൻ യേശുവിനെ പോലെ ആകാന്നൊക്കെ പാടാം, എളുപ്പം. യേശു നടന്ന പോലെ. യേശു പറഞ്ഞ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണനാകുക. അത് പറഞ്ഞുതരാനാണ് ഞാൻ വന്നേ. ബന്ധം അറ്റുപോയില്ലേ? ഞാൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ റീസ്റ്റോർ ചെയ്തു. റെക്കൺസിലിയേഷൻ, നിരപ്പിൻ്റെ ശുശ്രൂഷ. അപ്പോസ്തലനായ പൗലോസ് പറയും, റിക്കൺസൈൽഡ് ഇൻ ക്രൈസ്റ്റ്. പിതാവായ ദൈവത്തോട് നമ്മൾ നിരന്നു, മനുഷ്യവർഗം മുഴുവനും നിരന്നു കഴിഞ്ഞു. ആ സുവിശേഷം, ആ സന്ദേശം ആളുകളിലേക്ക് പറയുമ്പോൾ അവർ ചിന്തിക്കും, അയ്യോ ഞാൻ ഇതുവരെ ഇത് കേട്ടില്ലല്ലോ, സത്യമാണല്ലോ, ഇത് കൊള്ളാമല്ലോ, വാവ്. അവർ പറയും വാവ് എന്ന് പറയും. എല്ലാവരും സന്തോഷിക്കട്ടെ. സർവ്വജനത്തിനുണ്ടാവുള്ള മഹാസന്തോഷം. പലർക്കും ഇത് അറിയത്തില്ല. ആ സുവിശേഷം പറഞ്ഞാൽ അടി കിട്ടുകയല്ല. ഇപ്പം വടി കൊടുത്തട്ടി വാങ്ങിക്കുന്ന സുവിശേഷമാണ് പറഞ്ഞുകൊണ്ട്, അത് കിട്ടട്ടെ, കുഴപ്പമില്ല. അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തിയിട്ടോ പ്രതിഷേധം നടത്തിയിട്ടോ ഒന്നും കാര്യമില്ല. എല്ലാത്തിനും പ്രതിഫലമുണ്ട്. നിങ്ങളുടെ കഷ്ടങ്ങളിൽ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുന്നതോറും സന്തോഷിക്കുവാൻ ഇതിനെല്ലാം വാക്യങ്ങളുണ്ട്. അതിന് നിയമസഭയുടെ മുന്നിലൂടെ പ്രതിഷേധിച്ച് പോയിട്ട് വല്ല കാര്യമുണ്ടോ? അടി പിന്നെയും കിട്ടും. കാരണം പറയുന്നത് ഒന്നാം തരം വടി കൊടുത്തടി വാങ്ങിക്കുന്ന വർത്താനമാണ്. അത് അടി കിട്ടിയില്ലേ ഉള്ളൂ സംശയം. ഞാൻ ആ സുവിശേഷമല്ല പറയുന്നത്. ഇവരാരും സുവിശേഷം പറയുന്നു. ഇവർ പറയും നീ ഭാവി 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 ഭാവി, ഹിന്ദുവിനോട് എന്നിട്ട് ഭാവിയാന്ന് പറയും. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ ഭാവി എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും വലിയ പാവം. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തുവാ പറയേണ്ടതെന്ന് ചോദിക്കുന്നത്. എന്തേലും പറയണ്ടേ, ആൾക്കാരെ ചൊടിപ്പിക്കണ്ടേ. ഇന്ത്യ ഈസ് എ സെക്കുലർ കൺട്രി, മതനിരപേക്ഷ രാജ്യമാണ്. ഇവിടെ എക്സ്ക്ലൂസീവിസം ഇല്ല. നോ റിലീജിയൻ ഈസ് സുപ്പീരിയർ ദാൻ അതർ റിലീജിയൻ. അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു മതം മറ്റൊരു മതത്തേക്കാൾ സുപ്പീരിയർ ആണെന്ന് പറയാൻ അവകാശമില്ല. അവിടെ നിങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് പറഞ്ഞാൽ അടി കിട്ടും. ആ അടി വാങ്ങിക്കുമ്പോൾ സ്തോത്രം എന്ന് 1000 പ്രാവശ്യം പറയണം. കാരണം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിരീടത്തിൽ ഇങ്ങനെ ഡയമണ്ട് കൂടാ. എന്താ അത് ചെയ്യാത്ത? ഞാൻ പലരോടും ചോദിച്ചിട്ട് ഉത്തരവില്ല അവർക്ക്. ഞാൻ പലരോടും ചോദിച്ചു, എന്തിനാ നിങ്ങൾ പ്രതിഷേധം നടത്തുന്നത്? നിയമം കൊണ്ട് എന്തിനാ ഇതിനെ നേരിടുന്നേ? എന്തിനാ നേരിടുന്നേ? കഷ്ടം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവെന്നാണ് പറയുന്നത്. അത് വേറെ. ഞങ്ങളിപ്പം നിയമം കൂടെ ചേർത്ത് പിടിച്ചു. അപ്പം ഇത് സത്യസുവിശേഷം പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അടിയൊന്നും കിട്ടുകയില്ല. പിന്നെ സത്യമല്ലാത്ത സുവിശേഷം പറഞ്ഞാൽ ആൾക്കാരടിക്കും. അതുകൊണ്ട് എന്നെക്കുറിച്ച് ഒരുപാട് പേർക്ക് തെറ്റായ പല കാഴ്ചപ്പാടുണ്ട്. ഇപ്പം ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ ഫോളോ ചെയ്യുന്നത് ഇവാഞ്ചലിക്കൽ തിയോളജിയാണ്. സംശയം വേണ്ട. ഒരു എപ്പിസ്കോപ്പൽ അഡ്മിനിസ്ട്രേഷനാണ്. അതായത്
അതിൻ്റെ അകത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം അല്ലെങ്കിൽ ഗവേണൻസ് നടത്തുന്നത് എപ്പിസ്കോപ്പൽ രീതിയിലാണ്. അതിന് ബിഷപ്സ്, ആർച്ച് ബിഷപ്സ്, പ്രസ്ബിറ്റേഴ്സ്, ഡീക്കൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ നിഖ്യ വിശ്വാസ പ്രമാണം ഏറ്റുപറയുന്ന സഭയാണ്, പക്ഷേ ഇവാഞ്ചലിക്കലാണ്. അതിപ്പം ഞാൻ ആ സഭയുടെ എന്തെങ്കിലും കാര്യങ്ങളല്ല ഇവിടെ പറയും. പല ആൾക്കാരോട് ചോദിക്കാറുണ്ട്. കർത്താവിൻ്റെ പ്രാർത്ഥന വിശ്വസിക്കുന്നു, നിഖ്യ വിശ്വാസ പ്രമാണം വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. തൃത്വവിശ്വാസം അതിൻ്റെ ഡോക്സോളജിയിൽ അത് ഉണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി പറഞ്ഞിട്ടാണ് ഏത് ശുശ്രൂഷകളും ആരംഭിക്കുന്നത്. ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ അങ്ങനെയാണ് പറയുന്നത്, ഹോളി കമ്മ്യൂണിയൻ എന്നാണ് പറയുന്നത് നമ്മൾ. അപ്പോൾ ഹോളി കമ്മ്യൂണിയൻ നടത്തുമ്പോൾ ആ ഹിസ്റ്റോറിക്കൽ ചർച്ചസ് ഉപയോഗിച്ച പല ലിറ്റർജികൾ, സെൻറ്റ് ജെയിംസ് ലിറ്റർജി പോലെയുള്ള ലിറ്റർജിയുടെ പല ഭാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വളരെ ലഘുവായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ പരിമിതികൾ ഒരുപാടുണ്ട്. അല്ലെങ്കിൽ ആ സഭയുടെ അല്ലെങ്കിൽ ആ ചേർച്ചിൻ്റെ കാര്യങ്ങളല്ല ഞാൻ. ഇവാഞ്ചലിക്കലാണ്, ഒരു മിഷണറി ചർച്ചാണ്, എപ്പിസ്കോപ്പൽ ഇൻ അഡ്മിനിസ്ട്രേഷൻ. വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. അതിന് ഡീക്കൻസ് ഉണ്ട്, പ്രസ്ബിറ്റേഴ്സ് എന്നോ അല്ലെങ്കിൽ പ്രീസ്റ്റ് എന്നോ പ്രസ്ബിറ്റർ എന്നോ പറയാം. അത് രണ്ടും ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരുപോലെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലി പ്രസ്ബിറ്റർ എന്നാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യയിലെ സാഹചര്യത്തിൽ നമ്മളത് പറയുമ്പോൾ ചിലയിടത്ത് പറയുമ്പോൾ പ്രീസ്റ്റ് എന്ന് പറയാറുണ്ട്. ഈ പ്രസ്ബിറ്റർ എന്ന വാക്കിൽ നിന്നാണ് പ്രീസ്റ്റ് എന്ന വാക്കുണ്ടായെന്ന് നമുക്കറിയാം. പ്രസ്ബിറ്റർ എന്ന വാക്കിൽ നിന്നാണ് പ്രീസ്റ്റ് എന്ന വാക്കുണ്ടായത്. നമ്മൾ വാക്കുകൾ അല്ലെങ്കിൽ ഭാഷ ഡെവലപ്മെൻറ്റ്. പക്ഷെ ഞാൻ ഈ പറയുന്നത് ഞാൻ കണ്ടെത്തിയ ബോധ്യങ്ങളാണ്. അതിനാർക്കും ഒരു പ്രശ്നമില്ല. കാരണം ഇത് ആർക്കും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യവും പറയുന്നില്ല. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് നമുക്കെല്ലാം ഉണ്ടാകട്ടെ. എനിക്ക് ഉണ്ടായി അല്ലെങ്കിൽ ഞാനെന്തോ പൂർണ്ണതയിലായി എന്നൊന്നും അർത്ഥത്തിലൊന്നും അല്ല ഈ പറയുന്നത്. ഓരോ ദിവസവും ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു ആഴം നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. ആ ശുശ്രൂഷ ആണ് നമ്മളെ കരുണയാൽ ലഭിച്ച ശുശ്രൂഷയാണ്. ഒരു സഭയും നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ എല്ലാ സഭകളെയും സ്നേഹിക്കുന്നതാണ്. എനിക്ക് കത്തോലിക്കരെ ഇഷ്ടമാണ്, ഞാൻ അവരെ സ്നേഹിക്കുന്ന ആളാണ്. അവരും ദൈവത്തിൻ്റെ സഭയാണെന്ന് 100% വിശ്വസിക്കുന്ന ആളാണ്. അതിന് ഏകൻസ്റ്റ് പറയുന്നവർക്കെതിരെ ഞാൻ സംസാരിക്കും, ഒരു ഡൗട്ടും വേണ്ട. ഏത് വലിയ പുള്ളിയാണെന്ന് സംസാരിക്കും. ഓർത്തഡോക്സാർക്കെതിരെ, യാക്കോബക്കാർക്കെതിരെ, CSI, മാർത്തോമ, CNA, മെത്തഡിസ്റ്റ്, പ്രസ്ബിറ്റേറിയൻ, ബാപ്റ്റിസ്റ്റ്, പെൻറ്റക്കോസ്റ്റൽ, എല്ലാവരെയും സ്നേഹിക്കുന്നു. പക്ഷേ ഇതുപോലെ സത്യകാര്യങ്ങളായിരിക്കണം പറയേണ്ടത്. സത്യവിശ്വാസത്തെ പ്രചരിപ്പിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അത് വളരെ വ്യത്യസ്തമായൊരു മിഷനാണ് ഞാൻ ചെയ്യുന്നത്. എന്നിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാ സഭകളെയും സ്നേഹിക്കുന്നു, പക്ഷേ സത്യവിശ്വാസം, ദ ട്രൂ ഡോക്ട്രിൻ ഓഫ് ദി ചർച്ച്, ദ ഏൻഷ്യൻ്റ് ചർച്ച്, അത് പറയുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിലേക്ക് മടങ്ങി വരണം എന്നാണ് പറയുന്നത്. മടങ്ങി വരാൻ പറ്റുന്നിടത്തോളം മടങ്ങി വരിക. എല്ലാത്തിനോടും ചിലപ്പം ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ആകണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ CSI ചർച്ച് ഉണ്ടായതിൻ്റെ 78ാമത്തെ വർഷമുണ്ടായിരുന്നു, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. പല സഭകൾ ചേർന്നാണ്, ഈവൻ കോൺഗ്രിഗേഷണൽ സഭകൾ വരെ ചേർന്നിട്ടുണ്ട്. അതായത് പ്രസ്ബിറ്റേറിയൻകാർ ചേർന്നിട്ടുണ്ട്, അതുപോലെ മെത്തഡിസ്റ്റുകാർ ചേർന്നിട്ടുണ്ട്, അതുപോലെ ലൂതറൻകാർ ചേർന്നിട്ടുണ്ട്, കോൺഗ്രിഗേഷനുകാർ ചേർന്നിട്ടുണ്ട്, പലരും ചേർന്നിട്ടുണ്ട്. അവർ മാറണം എന്നിപ്പം അവർ എല്ലാം നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അത് സാധിക്കത്തില്ല നമ്മൾ ഈ ലോകത്തിൽ. ഇപ്പോൾ ഓരോ സഭകൾക്കും അതിൻ്റെ പരിമിതികളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ തിരുത്തണം. തിരുത്താൻ പറ്റാത്തത് എന്നൊന്നില്ല. തിരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ, ത്രിയേക ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അതാണ് ത്രിയേക ദൈവത്തിനാണ് ആരാധന. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരാൾ വന്ന് അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുകയാണ്, അത് എവിടെ എഴുതിയിട്ടുണ്ടെന്ന്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവാകുന്ന ഏക സത്യ ദൈവം, ദ വൺ ട്രൂ ഗോഡ്, അത് എവിടെയാണ് എഴുതിയിട്ടുള്ളത്? ബൈബിളിൽ നിന്ന് വാക്യം എടുത്ത് കാണിക്കാൻ. എന്തോ ആൻസർ പറയാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, ഇറിറ്റേറ്റഡ് ആകുക. ഇത് ആദിമസഭയുടെ വിശ്വാസം. ഞാൻ പറഞ്ഞു, എല്ലാത്തിനോടും ഇപ്പോൾ എല്ലാവരും യോജിച്ചൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കരിസ്മാറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കരിസ്മാറ്റിക് ആണ്. പക്ഷേ ഇവർ ഈ കാണിക്കുന്ന കരിസ്മാറ്റിക് ഒന്നും അല്ല. അത് ഞാൻ വിട്ടു.
ഇവർ കാണിക്കുന്ന കരിസ്മാറ്റിക് എന്താ? ഇപ്പം ദൈവം നമുക്കിപ്പോൾ ഒരു രോഗിക്ക് വേണ്ടി നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ രോഗി സൗഖ്യമായെന്ന് വരും. അതിനെന്താ? ദൈവം നമ്മിലൂടെ നല്ല ആരിലൂടെയും പ്രവർത്തിക്കാം, ഏത് ബലഹീനയിലൂടെയും പ്രവർത്തിക്കാം. ഈ അന്യഭാഷ പറഞ്ഞേ പറ്റൂ എന്നുള്ള അങ്ങനെയൊക്കെ ഉള്ള ഉണർവ് കയറി. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞോന്നേ, ഒറ്റയ്ക്കിരുന്ന് മുറിക്കകത്ത് കഥ കടച്ചിരുന്ന് പറഞ്ഞു. എല്ലായിടത്തും ഉണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ട്. കഴിഞ്ഞ ദിവസം യാക്കോബായ സഭയിൽ ഒരു തിരുമേനി, അദ്ദേഹവും പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് പിന്നെ ആ സഭയും തന്നെ അതിനുള്ള വിശദീകരണം തേടുകയും അതിനെ സ്റ്റോപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. കാരണം ഇത് പൊതുപ്രയോജനം വരുന്നില്ല. പ്രയോജനമുള്ളതെല്ലാം പറയൂ. ആളുകളെ സത്യവിശ്വാസം പഠിപ്പിച്ച് ആദിമസഭയുടെ വിശ്വാസം പഠിപ്പിച്ച് നിങ്ങൾ പ്രബുദ്ധരാക്കാൻ നോക്കുക. അതാണ് സഭാ നേതാക്കന്മാർ ചെയ്യേണ്ടത്. തെറ്റായ വ്യാഖ്യാനങ്ങൾ, തെറ്റായ പാട്ടുകൾ, ആവശ്യമില്ലാതുള്ള പ്രതീക്ഷകൾ, യേശു വരുന്നു. ഇവിടെ ദൈവരാജ്യം ഉണ്ടാക്കാനാണ് നമ്മളെ ദൈവമാക്കിയിരിക്കുന്നത്. ഇവിടെ ദൈവരാജ്യം ഉണ്ടാക്കാൻ അതിൽ നടക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ സഭയെ പണി ഇവിടെ ഒരു മേളിലോട്ട് എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല. എവിടോട്ടാണ് ഈ പോകുന്നത്? എനിക്ക് പിടികിട്ടുന്നില്ല. ഈ ആകാശത്തിൻ്റെ അപ്പുറത്ത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ ഇവർ എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ പോയിട്ട് ഇപ്പം എന്ത് കാര്യം സാധിക്കും? ഇവിടെ ദൈവരാജ്യം ഇവിടെ നമ്മുടെ ഇടയിൽ, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം ഇവിടെ. യേശു ഒന്ന് ഇനോഗ്രേറ്റ് ചെയ്തു. He inaugurated the kingdom of God. Kingdom of God is at hand എന്ന് പറഞ്ഞു. അതായത് കയ്യെത്താൻ ദൂരത്തെ വന്നു കഴിഞ്ഞു, ഇവിടെ വന്നു കഴിഞ്ഞു. ആ ദൈവരാജ്യം സ്നേഹത്തിൻ്റെ രാജ്യം. അപ്പം നമ്മുടെ ഹെറിറ്റേജ് എന്ന് പറയുന്ന ആദിമസഭയാണ്. അതുകൊണ്ട് ആ ഹെറിറ്റേജിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എന്തായാലും ഒരുപാട് സഭകളെല്ലാം ഡിവൈഡഡായി. ഇനിയിപ്പം ഈ എല്ലാം കൂടെ യോജിക്കുക എന്നൊക്കെ പറയാൻ നടക്കുന്ന കാര്യം അല്ല. പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായ ചില കാര്യം, അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു യേശുവിൻ്റെ അമ്മ, അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. അപ്പം ഞാനത് ഷെയർ ചെയ്തു, എനിക്ക് കിട്ടിയ അറിവ്. അതായത് മനുഷ്യവർഗത്തോട് താതാത്മ്യപ്പെട്ടു. എങ്ങനെയാണ് യേശു മനുഷ്യവർഗത്തോട് താതാത്മ്യപ്പെട്ടത്? യേശുവിൻ്റെ അമ്മ വിശുദ്ധ മറിയത്തിലൂടെയാണ്, മാതാവിലൂടെയാണ്, യേശുവിൻ്റെ അമ്മയിലൂടെയാണ് മനുഷ്യവർഗത്തോടെ ജഡധാരണം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിയിൽ പിന്നെ അങ്ങ് ചീത്ത വിളിയാണ്, കമൻറ്റുകളാണ്. സിമ്പിൾ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ സഭയുടെ, നിങ്ങളുടെ സഭയുടെ ഒന്നുമല്ല, ഇത് ആദിമ സഭയിൽ ഇങ്ങനെ പഠിപ്പിച്ച് ഇത് അംഗീകരിക്കാൻ എന്താ പ്രയാസം? വല്ല പ്രയാസമുണ്ടോ? അത് വലിയ തിയോളജിക്കൽ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചിലപ്പം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻ ഉള്ളതിലൂടെ നമ്മൾ പോയിട്ട് കാര്യമില്ല. പക്ഷെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞൊരു കാര്യം, അതിനെ മനസ്സിലാക്കാൻ പറ്റാതെ തല അങ്ങ് ചൂടായി. ഇത് കേൾക്കുമ്പോഴേ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എസ്തർ എന്ന പേരിടാം, റിബേക്ക എന്ന് പേരിടാം, അക്സായും ഇക്സായും, അങ്ങനെ കുറേ പേരുണ്ട്, എല്ലാം ഇടാം. ആരുടെയും പേര് ഇതിനെ കളിയാക്കുകയല്ല. ആരെങ്കിലും മേരി എന്ന് ഒരു പേരിട്ടിട്ടുണ്ട്, എല്ലാവരുടെ കാര്യമല്ല. എന്തോ ഭയങ്കര പ്രശ്നം. ദബോര, മിരിയാം, ഇതൊക്കെ ഇടാം. എന്തോ വലിയ എസ്തർ, എല്ലാം നല്ല പേരാ. പക്ഷേ പുതിയ നിയമം യേശുവിൻ്റെ അമ്മ, അതുകൊണ്ട് ഇത് ഈ തെറ്റായ എന്തൊക്കെയോ കാഴ്ചപ്പാട്, ഇവരുടെ അപ്പച്ചന്മാർ പഠിപ്പിച്ച പൊട്ട തിയോളജി, അതിനെ അങ്ങനെ പറയുന്നുള്ളൂ. ചില വിമർശനങ്ങൾ ഇച്ചിരി വാക്കുകളൊക്കെ കഠിനമാവും, ഒരു സംശയവും വേണ്ട. ഞാൻ പച്ചയായ മനുഷ്യനാണ്, എൻ്റെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഞാൻ പ്രകടമാക്കും. ഇത്രയൊക്കെ ഉള്ളു ഞാൻ. നമ്മളാരും ഈ ഗുണ്ടായുസവും ഒന്നും കാണിക്കാൻ പോകുന്നില്ല. പക്ഷേ പൊട്ടത്തരങ്ങൾ എന്തായാലും വിശ്വസിക്കാനില്ല. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ക്ലിയറാകട്ടെ. ക്ലിയറായാൽ നമ്മളും ക്ലിയറായും. കലങ്ങിക്കിടക്കുന്ന വെള്ളം ക്ലിയറായാൽ കൃത്യമായി അതിൻ്റെ അടിവശം എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ആ കലക്കങ്ങളെല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്
സ്തുതിയും മഹത്വവും ആരാധനയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നല്ലൊരു രാത്രി നേരുന്നു. ഒരു പുനർവിചിന്തനത്തിനായി നമുക്കൊരുങ്ങാം. വീണ്ടും വിചാരങ്ങളുണ്ടാകട്ടെ, പുനർവായനകൾ ഉണ്ടാകട്ടെ, റീഡിങ് ഉണ്ടാകട്ടെ, അതിലൂടെ ഒരു റീസ്റ്റോറേഷൻ, റെക്കൺസിലിയേഷൻ, നിരപ്പ് ഉണ്ടാകട്ടെ. എല്ലാം ശുഭമായി തീരട്ടെ. ശുഭരാത്രി നേരുന്നു.